الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഇത് മാത്രം പറഞ്ഞു രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ അവരുടെ ദീനിന്റെ മാർഗത്തിൽ ഒരുമിച്ചിരിക്കാനും കേൾക്കാനും അറിയാനും പഠിക്കാനും നമുക്ക് അവസരം ലഭിച്ചിരിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഇരുത്തവും സമയത്തെ ചിലവഴിക്കുന്നതും ഈ സംഘാടനവുമെല്ലാം നാളെ സ്വർഗത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സുഹൃതമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാണ്. നമ്മുടെ എല്ലാ ജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന, വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു സമയത്ത് നിങ്ങളുമായി സംസാരിക്കുവാനുള്ളത്. എന്റെ വിഷയത്തിന്റെ ഏറ്റവും പ്രധാനമായ ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുമ്പോൾ അതിലേക്ക് ഒരു ചരിത്രം വെച്ച് തുടങ്ങുകയാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ താമസം ഡമസ്കസിലേക്ക്, ദിമഷ്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടുത്തെ ആളുകൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, മതപരമായി അവർക്ക് നേതൃത്വം നൽകാൻ അദ്ദേഹം ഡമസ്കസിൽ താമസിക്കുന്ന ആ നാളുകളിലെ ഒരു ദിവസത്തിൽ ഒരു പള്ളിക്ക് മുകളിൽ അദ്ദേഹം കയറുകയും ആ നാട്ടുകാരെ വിളിച്ചു കൂട്ടുകയും ചെയ്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, യാ അഹ്ല ദിമഷ്ക്, അല്ലയോ ഡമസ്കസിലെ എൻ്റെ പ്രിയപ്പെട്ട ആളുകളെ, ഇസ്മഉ മഖാലത അഖില്ലകും നാസിഹ്, നിങ്ങളിൽ നന്മ ആഗ്രഹിക്കുന്ന, നിങ്ങളോട് ഗുണകാംക്ഷയുള്ള ഒരു സഹോദരന്റെ വാക്ക് നിങ്ങൾ കേൾക്കുകയില്ലേ എന്നാണ്. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുകയാണ്, ഫമാ ബാലുക്കും, എന്താണ് നിങ്ങളുടെ അവസ്ഥ? അഥവാ ഈ ദുനിയാവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നാണ്.
തജ്മഊന മാ ലാ തഅകുലൂൻ വതബ്നൂന മാ ലാ തസ്കുനൂൻ വതഅമുലൂന മാ ലാ തുദ്രികൂൻ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ നിങ്ങൾ തിന്നു തീർക്കാൻ കഴിയാത്ത സമ്പാദ്യമാണ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ളത്. ഒരു മനുഷ്യൻ അവന്റെ ആയുസ്സിൽ വളരെ ചുരുങ്ങിയ സമയം ഇവിടെ കഴിച്ചു കൂട്ടുമ്പോൾ ഭക്ഷണം അവന് ആവശ്യമാണെങ്കിൽ ഒരായുസ് കൊണ്ട് തിന്നാൽ തീരാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾ ജീവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വലിയ വലിയ കെട്ടിടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരിക്കലും നേടാൻ കഴിയാത്ത, എത്തിപ്പിടിക്കാൻ കഴിയാത്ത സ്വപ്നങ്ങളുടെ പിന്നാലെയാണ്, മോഹങ്ങളുടെ പിന്നാലെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഖദ് കാന മൻ കാന ഖബലകും ജമഉ കസീറ. എന്നാൽ നിങ്ങളുടെ മുമ്പും ഇതുപോലെ ഒരുപാട് മനുഷ്യർ സമ്പാദ്യങ്ങളും കെട്ടിടങ്ങളും സ്വപ്നങ്ങളും കൊണ്ടു നടന്നവരാണ്. വബനൗ ശദീദ, അവർക്ക് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. വഅമിലു ബഈദ, നിങ്ങളെപ്പോലെ വിദൂരമായ സ്വപ്നങ്ങൾ അവർ കണ്ടിരുന്നു. വമാതു ഖരീബ, സമീപമായി പെട്ടെന്ന് തന്നെ അവർ മരണപ്പെട്ടു. ഫഅസ്ബഹത അമാലുഹും ബൂറ, പ്രഭാതത്തിൽ അവരുടെ എല്ലാ കർമ്മങ്ങളും പൊളിഞ്ഞുപോയി. വമസാകിനുഹും ഖുബൂറ, അവരുടെ വീടകങ്ങൾ ശ്മശാന ഭൂമികളായി. വഅമലുഹും ഗുറൂറ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം, അധ്വാനങ്ങളെല്ലാം അവരെ ചതിച്ച് വഞ്ചിച്ച് കടന്നുപോയി. അലാ വഇന്ന ആദൻ വസമൂദ കാനൂ ഖദ് മലഉ മാ ബൈന മുസ്റ വഅദൻ. വടക്ക് ഇറാനിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബുസ്രയും തെക്ക് യമനിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അദനും, ഇതിന്റെ ഇടയിൽ അവർ ഒരുപാട് സമ്പാദിച്ച, നേടിയെടുത്ത മനുഷ്യന്മാരായിരുന്നു. വഅംവാലൻ വഔലാദൻ വനിഅമൻ, അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. അതല്ലാത്ത എമ്പാടും നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു. ഫമയസ്തരി മിന്നി മാ തറകൂ ബിദിർഹമൈൻ, പിന്നെ ആരാണ് അവർ വിട്ടേച്ചു പോയതിനെ 2 ദിർഹം കൊടുത്ത് വാങ്ങിക്കുക എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചരിത്രം ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെച്ചത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ടു നടക്കുന്ന മോഹങ്ങളുമെല്ലാം ബാക്കിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വിരിച്ച മരണമെന്ന് പറയുന്ന ആ യാഥാർത്ഥ്യം അത് പുൽകി കടന്നു പോകാനുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ മുമ്പ് ജീവിച്ച എത്രയോ മനുഷ്യർ അധികാരങ്ങളും സ്വാധീനങ്ങളും സമ്പത്തും സന്താനങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം എമ്പാടും ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത മനുഷ്യരെ കുറിച്ച് നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അവരുടെ ഒരവശിഷ്ടം പോലും ഇവിടെ ഇന്ന് ബാക്കിയായി കാണുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതം നമ്മൾ എന്തിനു വേണ്ടിയാണ്? ഈ ആയുസ് നമ്മൾ എന്തിനു വേണ്ടിയാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെന്തിനാണ് ജീവിതവും ജീവിതത്തിന്റെ വിഭവങ്ങളും ഈ ആയുസ്സും നമുക്ക് നൽകിയത് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം നമ്മുടെ എല്ലാ മനസ്സിലുണ്ട്. മരണാനന്തരമുള്ള ജീവിതത്തിൽ രക്ഷപ്പെടണം എന്നുള്ള കാര്യമാണ്. അവിടെയാണ് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം, ഇന്നമാ യക്ഫി അഹദകും മാ കാന ഫി ദുനിയാ മസലു സാദിർ റാകിബ്. അഥവാ ഈ ലോകത്ത് ഏതൊരാൾക്കും ഒരു യാത്രക്കാരന് വേണ്ട പാതേയം മാത്രം മതി എന്നാണ്. ഈ ദുനിയാവിന്റെ പിന്നാലെ, അതിന്റെ ആഗ്രഹങ്ങളുടെ മോഹങ്ങളുടെ പിന്നാലെ നിങ്ങൾ ഒരിക്കലും പോകേണ്ടതില്ല. ഒരു വഴിയാത്രക്കാരൻ അവന്റെ വഴിയിൽ കഴിച്ചുകൂട്ടാനുള്ള അത്രയും സംവിധാനങ്ങളും സൗകര്യങ്ങളും മാത്രമേ നിങ്ങൾ ഇവിടെ കണക്കാക്കേണ്ടതുള്ളൂ എന്ന് പൂർവികർ പറഞ്ഞു വെക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ അചഞ്ചലമായ തീരുമാനം, മരണം, അതിന്റെ മുന്നിൽ നമ്മൾ എല്ലാവരും പിടികൊടുക്കേണ്ടവരാണ്.
നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും കൊതിക്കാത്തൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച മരണം എന്നുള്ളത്. അതാരും മോഹിക്കാതെ ആഗ്രഹിക്കാതെ കടന്നു വരുന്നതാണ്. എത്ര വർഷം ജീവിച്ചാലും ഇനിയും ആയുസ് നീട്ടിക്കിട്ടണം എന്നതാണ് ഓരോ മനുഷ്യന്റെയും ആഗ്രഹം ഉണ്ടാവുക. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. അഥവാ ഒരു കൊതുകിന്റെ ചിറകിന്റെ വലുപ്പം പോലും നിങ്ങൾ കൊടുക്കേണ്ടതില്ല എന്നാണ്. കൊതുകിന്റെ ചിറക് എത്ര നിസ്സാരമാണ്. ചത്തുകിടക്കുന്ന ആടിന്റെ വില പോലും നൽകേണ്ടതില്ല എന്നാണ്. ഒരു മനുഷ്യൻ തന്റെ വിരൽ സമുദ്രത്തിൽ മുക്കി നോക്കി ആ വിരലെടുത്താൽ അവന്റെ വിരലിൽ കാണുന്ന ഏതാനും തുള്ളി വെള്ളമാണ് അവന്റെ ഈ ലോകത്തെ ജീവിതവുമെന്നും, പരന്നു കിടക്കുന്ന പരാപാരം പോലെ വിശാലമായി കിടക്കുന്ന ആ സമുദ്രമാണ് മനുഷ്യന് വരാനിരിക്കുന്ന ജീവിതമെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പൊ സഹോദരങ്ങളെ, ആയുസ്സിൽ നമ്മൾ നേടേണ്ടത് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജീവിതം നമുക്ക് എന്തിനാണ് നൽകിയത്? ഇവിടുന്ന് കണ്ണടച്ച് മരണപ്പെട്ട് ആഖിറത്തിലെത്തി കണ്ണു തുറക്കുമ്പോൾ അവിടെ എനിക്ക് നന്മകൾ ഉണ്ടാകണം, സുഹൃതങ്ങൾ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഒരുക്കി വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയെടുക്കേണ്ടത്. സഹോദരങ്ങളെ, അവിടെയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. നമ്മുടെ ഈ പ്രായത്തിനിടക്ക് പരലോകത്തിന് വേണ്ടി നമ്മൾ എത്രത്തോളം അധ്വാനിച്ചിട്ടുണ്ട്, കഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മളെ ഏറെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഹദീസാണ്. ലൗ അന്ന റജുലൻ യുജറു അലാ വജ്ഹിഹി മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമൻ ലഹക്കറഹു യൗമൽ ഖിയാമ. ലൗ അന്ന റജുലൻ, തീർച്ചയായും ഒരു മനുഷ്യനായിരുന്നാൽ എങ്ങനെ? യുജറു അലാ വജ്ഹിഹി, അവന്റെ മുഖം നിലത്ത് വലിച്ചിഴക്കപ്പെട്ടു. മിൻ യൗമി വുലിദ ഇലാ യൗമി യമൂതു ഹറമ, ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നുവരെ. നമ്മൾ ആലോചിക്കുക, ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്നുവരെ ഒരു മനുഷ്യന്റെ മുഖം നിലത്ത് വലിച്ചിഴക്കപ്പെട്ടു. ഫീ മർളാത്തില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ ആ ത്യാഗം സഹിക്കേണ്ടി വന്നത്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ പരലോകത്ത് വരുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലഹക്കറഹു യൗമൽ ഖിയാമ, അവൻ ചെയ്തത് അവൻ നിസാരമായി തോന്നുമെന്നാണ്. ജനിച്ച അന്നു മുതൽ വാർദ്ധക്യത്തിലെത്തി മരിക്കുന്ന അന്ന് വരെ മുഖം നിലത്ത് വലിച്ചഴക്കപ്പെട്ട ത്യാഗം അള്ളാഹുവിന് വേണ്ടി സഹിച്ചാലും ആ മനുഷ്യൻ പരലോകത്ത് വരുമ്പോൾ അത് നിസാരമായി തോന്നുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാൻ. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഭൂമി നിറയെ നിനക്ക് സ്വർണം നൽകിയാൽ ആ സ്വർണം നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറുണ്ടോ എന്നാണ്. പ്രായശ്ചിത്തമായി പരലോകത്തിന്റെ ശിക്ഷകൾക്ക് പകരമായി ഈ ഭൂമി ലോകത്തെ മുഴുവൻ സ്വർണവും നിനക്ക് നൽകിയാലും നീ അത് തിരിച്ചു നൽകുമോ? പ്രായശ്ചിത്തമായി അത് സമ്മാനമായി നൽകുമോ എന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, അല്ലാഹുവേ, ഞാൻ അതിന് തയ്യാറാണ്. കാരണം പരലോകമെന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന കാര്യമാണ്. ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്ന കാര്യമുണ്ട്, ഖദ് കുൻത സുഇൽത മാ ഹുവ ഐസറു മിൻ ദാലിക്, തീർച്ചയായും നിന്നോട് ഈ ദുനിയാവിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇതിനേക്കാൾ എത്രയോ എളുപ്പമുള്ള കാര്യമായിരുന്നു. അവിടെ എത്തിയിട്ട് സ്വർണം മൊത്തം, ഈ ഭൂലോകം നിറയെ സ്വർണം തന്നിട്ട് അത് ചെലവഴിക്കുമോ എന്ന് ചോദിച്ചാൽ തയ്യാറാകുന്ന മനുഷ്യനോട് അല്ലാഹു പറയാണ്, ഈ ദുനിയാവിൽ ഞാൻ നിന്നോട് ഇത്ര ഒന്നും പറഞ്ഞിട്ടില്ല. മനസ്സിലാവുണ്ടോ? ഇതിനേക്കാൾ എളുപ്പമുള്ള കാര്യങ്ങളാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മോട് രക്ഷപ്പെടാൻ ഇവിടെ അധ്വാനിക്കാൻ പറഞ്ഞത്, കഷ്ടപ്പെടാൻ പറഞ്ഞത് വളരെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. 5 നേരത്തെ നമസ്കാരം, ഒരു മാസക്കാലത്തെ നോമ്പ്, അതല്ലാത്ത നോമ്പുകൾ, ദിക്റുകൾ, വിശുദ്ധ ഖുർആന്റെ പാരായണങ്ങൾ, അല്ലെ, സമ്പത്തിന്റെ ഒരു ഭാഗം അത് ചെലവഴിക്കുക, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പമാക്കി തന്നതാണെങ്കിൽ പരലോകത്തെത്തിയാൽ ഒരു മനുഷ്യൻ എന്തും ചെയ്യാം.
എന്തും ചെയ്തു തരാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. അല്ലേ? അവിടെയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യൗമ തഅതി കുല്ലു നഫ്സിൻ തുജാദിലു അൻ നഫ്സിഹാ വതുവഫാ കുല്ലു നഫ്സിൻ മാ അമിലത് വഹും ലാ യുദ്ലമൂൻ. അന്നേ ദിവസമതാ ഓരോരുത്തരും സ്വന്തത്തിന് വേണ്ടി വാദിച്ചു പോകുന്ന ദിവസമാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഉരിയാടുന്നില്ല. അവിടെ സ്വന്തങ്ങളോ ബന്ധങ്ങളോ ഇല്ല. അവിടെ കൂട്ടുകുടുംബങ്ങളില്ല. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ചുണ്ടു ചലിപ്പിക്കാത്ത, മാതാപിതാക്കൾക്ക് വേണ്ടി മക്കളൊന്നും സംസാരിക്കാത്ത, ഏറ്റവും വലിയ നിസ്സഹായത, ഏറ്റവും വലിയ സ്വാർത്ഥത അനുഭവിക്കുന്ന ലോകമാണ്. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോ ഇമാം നാസിറുദ്ദീൻ സഅദി റഹിമഹുല്ലാ പറയാണ്, കുല്ലു യഖൂലു നഫ്സി നഫ്സി, അന്ന് ഓരോ ആത്മാവും പറയും എന്റെ കാര്യം എന്റെ കാര്യം. ലാ യുഹിമ്മുഹു സിവാ നഫ്സിഹി വഫീ ദാലികൽ യൗം യഫ്തകിറുൽ അബ്ദു ഇലാ ഹുസൂലി മിസ്കാജി ദർറത്തിൻ മിനൽ ഖൈർ. ഒരു അണുമണിത്തൂക്കം നന്മക്ക് വേണ്ടി മനുഷ്യർ നെട്ടോട്ടമോടുന്ന ദിവസമാണ്. അതുപോലും മനുഷ്യർക്ക് കിട്ടാക്കനിയാകുന്ന ദിവസമാണ്. അണു എന്ന് പറഞ്ഞാൽ ആറ്റം നമ്മൾ കണ്ടുകൊണ്ട് കാണാത്തതാണ്. അതുവരെ ഒരു മനുഷ്യന് പ്രിയപ്പെട്ടവരെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുന്ന ആളെ പരലോകത്ത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഈ ജീവിതമല്ല പ്രിയപ്പെട്ടവരെ. ഈ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു പരീക്ഷണമായി തന്നതാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാം അവന് ഖൈറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് നേടാൻ പറഞ്ഞത് പരലോകാൻ. അത് വെറുതെ കിട്ടൂല. ദുനിയാവോ അത് നമ്മളെ തേടി വരുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തെ കുറിച്ചും അതേപോലെ തന്നെ ഈ ലോകത്തെ കുറിച്ചും പറഞ്ഞ വാചകങ്ങളെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മതി. അല്ലെ? നമ്മളെല്ലാവരും രാത്രി ഓതുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ മുൽക്ക്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ എങ്ങനെയാണ് നമ്മൾ പോകേണ്ടത് എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ? ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി നുശൂർ. ഈ ദുനിയാവിലൂടെ അതിന്റെ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങൾക്കുള്ള ഉപജീവന മാർഗങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക, നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. നടന്നോളൂ എന്ന പ്രയോഗം നടത്തിയത് അല്ലെ? ഫംശു എന്നാണ്. എങ്കിൽ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ഫാത്തിഹ മുതൽ നാസ് വരെ നമ്മൾ മറിച്ചു നോക്കിയാൽ പരലോകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ നടന്നോളൂ എന്ന് പറയുന്ന ഒരു പ്രയോഗം നമ്മൾ കാണില്ല. മനസ്സിലാവുണ്ടോ? കാരണം പരലോകത്തിന് വേണ്ടി നടക്കേണ്ടവരല്ല, ഓടേണ്ടവരാണ്. അള്ളാഹുവിലേക്ക് നമ്മൾ വളരെ ഗൗരവത്തിൽ പ്രിയപ്പെട്ടവരെ മത്സരിക്കേണ്ട ആളുകളാണ്. ഒന്ന് രണ്ട് പദപ്രയോഗങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയേ. സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. വേഗത്തിൽ പോകാനാ പറഞ്ഞു അല്ലേ? സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന. മുൻകടക്കാൻ. ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടിക്കോളൂ. ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവർ ആ പരലോകത്തിന് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത കൂട്ടണേ. എല്ലാം വേഗത കൂട്ടാനും മത്സരിക്കാനും പ്രിയപ്പെട്ടവരെ ആ നിലക്ക് നമ്മോട് പറയാൻ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നമായി മാറേണ്ടത് എന്താന്ന് ചോദിച്ചാൽ അത് പരലോകമാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ആ പരലോകം പ്രശ്നമായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദുനിയാവ് എളുപ്പമാക്കി കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായും വ്യക്തമായും നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, മൻ കാനത്തിൽ ആഖിറതു ഹമ്മഹു, ഒരു മനുഷ്യന്റെ ആഗ്രഹം പരലോകമായി തീർന്നാൽ ജഅലല്ലാഹു ഗിനാഹു ഫീ ഖൽബിഹി, അവന്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധന്യത കൊടുക്കും, ഐശ്വര്യം നിറച്ചു കൊടുക്കും. വജമഅ ലഹു ശംലഹു, അവന്റെ കാര്യങ്ങൾ അല്ലാഹു അടുപ്പിച്ചു കൊടുക്കുന്നതാണ്. വഅതതുഹു ദുനിയാ വഹിയ റാദിമ, അവന് ദുനിയാവിൽ അങ്ങേയറ്റത്തെ തൃപ്തിയുണ്ടാകും, കാര്യങ്ങളിൽ അവന് വല്ലാത്ത സന്തോഷമുണ്ടാകും, അടങ്ങി ഒതുങ്ങി അവൻ ജീവിക്കും. വമൻ കാനത്തി ദുനിയാ ഹമ്മഹു, ആരുടെങ്കിലും ആഗ്രഹം ദുനിയാവ് മാത്രമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിക്കുകയാണ്, ജഅലല്ലാഹു ഫഖറഹു ബൈന ഐനൈഹി, അവന്റെ കണ്ണുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാരിദ്ര്യം വിട്ടുകൊടുക്കുകയാണ്. ഒരു വക്ത് നിസ്കരിക്കാൻ പോലും സമയം ഉണ്ടാവില്ല. ഒരു പേജ് ഖുർആൻ ഓതാൻ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ സമയം കിട്ടില്ല. ഒരു ഖുർആൻ ക്ലാസ്സിൽ 1 മണിക്കൂർ വന്നിരുന്നു ഖുർആൻ പഠിക്കാൻ ആ മനുഷ്യന് 24 മണിക്കൂർ കിട്ടിയാലും അത് ആഴ്ചയിൽ 24 മണിക്കൂർ എല്ലാ ദിവസവും ഉണ്ട്. പക്ഷെ ആ 24 മണിക്കൂർ 7 ദിവസം കിട്ടുമ്പോൾ അതിന്റെ 1 മണിക്കൂർ ഖുർആൻ പഠിക്കാൻ ആ മനുഷ്യന് സമയം കിട്ടില്ല. അല്ലാത്ത ദാരിദ്ര്യത്തിന്റെ പിന്നാലെ ആ മനുഷ്യന് പോകേണ്ടി വരും.
എന്നാൽ അള്ളാഹ് പറഞ്ഞെന്താ അറിയോ? റസൂലുള്ളാഹി പറയാൻ വഫറക അലൈഹി ശംലഹു എന്നാണ്. അവന്റെ കാര്യങ്ങൾ അള്ളാഹു എല്ലാം ചിന്ന ഭിന്നാക്കി കൊടുക്കും. ഓട്ടം തീരൂല. ദുനിയാവിന്റെ പിന്നാലെ ഓടേണ്ടി വരും. ബാങ്ക് കൊടുത്താലും വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് നമസ്കരിക്കാൻ കയറാൻ ആ മനുഷ്യന് മനസ്സുണ്ടാവില്ല. എന്നിട്ട് അവരെ കുറിച്ച് പറയാൻ വലം യഅതീഹി മിന ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതല്ലാതെ ഈ ഓടിയത് കൊണ്ട് അവന് അധികം ഒന്നും കിട്ടിയിട്ടില്ല എന്നാണ്. ഇപ്പൊ 2 ഷോപ്പുണ്ട് വിചാരിക്കുക. ഒരാള് ഷോപ്പ് അടച്ച് ബാങ്ക് കൊടുത്തപ്പോൾ പള്ളിയിൽ വന്ന് നമസ്കരിച്ചു, അല്ലെ? ഒരാൾ ആ സമയം പോയാൽ എന്റെ കച്ചവടം നഷ്ടപ്പെടും എന്ന് ചിന്തിച്ച് ആ മനുഷ്യൻ നമസ്കാരം നിർവഹിക്കാതെ അവൻ കച്ചവടം നടത്തി. നമ്മൾ ആലോചിച്ച് നോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് വിധിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഈ നമസ്കരിക്കാൻ പോയ വ്യക്തിക്ക് കുറയാനുണ്ടോ? ഒന്നും കുറയാനില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചത് ആ മനുഷ്യന് കിട്ടും. എന്നാൽ കട തുറന്നിട്ട് പള്ളിയിൽ പോകാതെ നമസ്കരിക്കാൻ നിൽക്കാതെ ആ മനുഷ്യൻ അന്ന് കച്ചവടം ചെയ്തത് കൊണ്ട് അവൻ എന്തെങ്കിലും അന്നത്തെ ദിവസത്തിൽ അധികമായി കൂടാനുണ്ടോ? ഇല്ല. അള്ളാഹു വിധിച്ചത് മാത്രമേ ആ മനുഷ്യന് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഒരാൾക്ക് ദുനിയാവും കിട്ടി, ഒരാൾക്ക് പരലോകവും കിട്ടി. രണ്ടാമത്തെ വ്യക്തിയാകട്ടെ, ആ മനുഷ്യന് ദുനിയാവിലൊന്നും കൂടുതൽ കിട്ടിയിട്ടുമില്ല, പരലോകവും കിട്ടിയിട്ടില്ല. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ഏതിന്റെ ആളുകളായി മാറേണ്ടത്? ഒരു കവി പാടി, എന്നറിയോ? നദാക റബ്ബുക ലിൽലിഖാഇ ബിഖംസത്തിൻ ഫതഖൂലു യാ റബ്ബി ലസ്തു ബിആതി. നിന്റെ റബ്ബ് നിന്നെ കാണാൻ വേണ്ടി 5 നേരം വിളിച്ചു, പക്ഷെ നീ പറഞ്ഞു റബ്ബേ ഞാൻ വരാൻ തയ്യാറല്ല. എന്നിട്ട് പണ്ഡിതന്മാര് ചോദിക്കാണ്, നീ നിന്റെ കൂട്ടുകാരന്റെ കൂടെ എത്ര സമയമാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നിപ്പോ കൂട്ടുകാർ ഏറ്റവും ഗൗരവത്തിൽ നമ്മുടെ മൊബൈൽ ഫോണാണ്, അല്ലെ? അടുത്തിരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ എന്ത് ചെയ്യില്ല, സംസാരിക്കൂല. നമ്മുടെ കയ്യിൽ എപ്പോഴും മൊബൈൽ ഫോണിലേക്ക് കടന്നു. ആ ഫോണിന്റെ മുന്നിൽ, നമ്മുടെ കൂട്ടുകാരുടെ മുന്നിൽ നമ്മൾ എത്ര സമയം ചെലവഴിക്കുന്നുണ്ട്? എന്നിട്ട് പണ്ഡിതന്മാര് ചോദിക്കാണ്, അതറാക ഹക്കൻ ഫിൽ ഹയാതി മുഖല്ലദ ഫലിമൽ ഖുബൂറു മസാകിനുൽ അംവാതി. മനുഷ്യരെ, നിങ്ങളുടെ ജീവിതം ഇവിടെ ശാശ്വതമായി കഴിച്ചുകൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടോ? പിന്നെ എന്തിനാണ് മരണപ്പെട്ടു പോകുന്ന മനുഷ്യർക്ക് വേണ്ടി കബറുകൾ വീടുകളായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്? അപ്പൊ കബർ എന്നത് നമുക്ക് ചെന്ന് കിടക്കാനുള്ള ഇടമാണ്, അത് നമുക്ക് അടങ്ങാനുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നെ ആർക്കാ? നിങ്ങൾക്കല്ലേ എന്നാണ് പണ്ഡിതന്മാര് കവിതകളിലൂടെ, വരികളിലൂടെ നമ്മോട് ചോദിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, നമ്മുടെ മുഖ്യ പ്രശ്നം, അജണ്ട, അത് പരലോകമായിരിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. എന്താ അറിയോ? വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിനാ. അല്ലാഹുവേ, എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം, അല്ലെ, ഞങ്ങളുടെ ലക്ഷ്യം എന്താക്കരുത്? ഈ ദുനിയാവിനാക്കരുത്. വലാ മബ്ലഗ ഇൽമിന, അല്ലെങ്കിൽ ഞങ്ങളുടെ അറിവിന്റെ ആകെ തുകയോ ഈ ദുനിയാവ് ആക്കരുത് എന്നാണ്. ഏറ്റവും വലിയ ലക്ഷ്യവും ഞങ്ങളുടെ എല്ലാ അറിവും അതൊന്നും എന്താക്കരുത്? ഈ ദുനിയാവിൽ മാത്രമാക്കരുത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഈ സഹോദരങ്ങളെ, നമുക്ക് ഈ കിട്ടുന്ന ആയുസിന്റെ വില നമുക്ക് എപ്പോഴാണ് മനസ്സിലാകുക? അത് പരലോകവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മിലേക്ക് അടുക്കുന്ന സമയത്താണ്. ഒരു മനുഷ്യൻ തന്റെ ആയുസ്സിനെ കുറിച്ച് ചിന്തിക്കുന്നത് മരണം മുന്നിൽ കാണുമ്പോഴാണ്. രക്ഷപ്പെടില്ല എന്ന് ആ മനുഷ്യന് തോന്നുമ്പോൾ മാത്രമേ ആ മനുഷ്യൻ അതിനെക്കുറിച്ച് ചിന്തിക്കുള്ളൂ. അതുകൊണ്ടാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, 3 കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തുകയും ആ 3 കാര്യങ്ങൾ എന്നെ ചിരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞെന്തറിയോ? എല്ലാവരും ദുനിയാവിന്റെ പിന്നാലെ ഓടാൻ, പക്ഷെ അവന്റെ പിന്നാലെ ആരുണ്ട്? മരണം വരുന്നുണ്ട് എന്നാണ്. ഒരു ദിവസം കൊഴിഞ്ഞു പോകുമ്പോൾ, കഴിഞ്ഞു തീരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കലണ്ടറുകൾ മാറി മറിയുമ്പോൾ, ആഴ്ചകൾ മാസങ്ങൾക്ക് വഴിമാറി, ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി, മണിക്കൂറുകൾ മിനിറ്റുകൾക്ക് വഴിമാറി ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ആയുസ് തീർന്നുകൊണ്ടിരിക്കാൻ. ആ ക്ലോക്ക് നമ്മളോട് പറയണെന്ന് അറിയോ? മനുഷ്യ, നിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ കേവലം സെക്കൻഡുകളും മിനിറ്റുകളും മാത്രമാണ്. ഓരോ പ്രഭാതവും മനുഷ്യർ സന്തോഷങ്ങൾക്ക് വേണ്ടി, ഓരോ വിനോദ വർത്തമാനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അവന്റെ ജീവിതമാണ് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മനുഷ്യർ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ, പ്രിയപ്പെട്ടവരെ, എത്തിക്കുന്നത് മരണത്തിലേക്കാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, മരണത്തെ കുറിച്ച് എല്ലാവരും അശ്രദ്ധയിലാണ്. മനസ്സിലാവുണ്ടോ? ആർക്കും അത് ചിന്തിക്കാൻ സമയമല്ല, ആലോചിക്കാൻ സമയമല്ല.
അത് കേട്ടാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ളത് നാളെ മരിക്കാനുള്ള ഒരു കാരണവും എന്റെ ജീവിതത്തിൽ ഇല്ല എന്നാണ്. നാളെ മരണം സംഭവിക്കാനുള്ള ഒരു കാരണവും പ്രത്യക്ഷ എന്റെ ജീവിതത്തിൽ കാണുന്നില്ല. കഴിഞ്ഞ ആഴ്ചയിലും ടെസ്റ്റ് നടത്തിയതാണ്, എല്ലാം നോർമലാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിച്ച മനുഷ്യരല്ലേ എന്ന് ഖബറിൽ കിടക്കുന്നത്. മുല കുടിക്കുന്ന ഒരു ചെറിയ പൈതൽ, ആലോചിച്ചൊക്കെ, ആ മുലപ്പാല് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ എത്രയും വായിക്കുന്നുണ്ട് അല്ലേ? ഒരു 35 വയസ്സുകാരി കേക്ക് തൊണ്ടയിൽ കുടുങ്ങിയിട്ടാണ് മരിച്ചത്. കേക്ക് തൊണ്ടയിൽ കുടുങ്ങി. നമുക്ക് എന്താണ് നമ്മുടെ ആയുസിന്റെ വില? അപ്പൊ മരണത്തെ എല്ലാവരും ഓർക്കാതെ ശ്രദ്ധിക്കാതെ പോകുകയാണെങ്കിൽ മരണമാകട്ടെ അവനെ കുറിച്ച് ഒരിക്കലും അശ്രദ്ധനല്ല എന്നാണ്. മരണം നമ്മളെ മറക്കൂല. അത് നിശ്ചയിച്ച സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ നമ്മളെ പിടിച്ചു കൊണ്ടുപോകും. മൂന്നാമത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് തന്നെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവനോട് ദേഷ്യമാണോ കോപമാണോ എന്നറിയാതെ അവനിങ്ങനെ സന്തോഷിച്ച് ചിരിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ സന്തോഷിക്കുമ്പോൾ ആഹ്ലാദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കണ്ടോ പടച്ചോൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ എന്ന് ചിന്തിക്കാൻ നമുക്ക് പ്രിയപ്പെട്ടവരെ സമയമുണ്ടായിട്ടുണ്ടോ എന്നത് നമ്മൾ പരിശോധിക്കണം. സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൗ അന്നൽ ബഹായിമ തഅകുലു മിനൽ മൗതി മാ തഅകുലൂന മാ അകൽതും മിൻഹാ സമീന. മരണത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയത് മൃഗങ്ങളെങ്ങാനും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവയിൽ തടിച്ച ഒന്നിനെയും നിങ്ങൾ കാണുമായിരുന്നില്ല. മനുഷ്യൻ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയതുപോലെ മൃഗങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതിൽ തടിച്ചൊരു മൃഗം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ വരെ പറ്റി വരണ്ടു പോകുന്നതാണ് അല്ലെ? അതുകൊണ്ടാണ് താബഈ പണ്ഡിതനായ അഅ്മശ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഞങ്ങൾ ജനാസയിൽ പങ്കെടുക്കുന്ന സമയമതാ അവിടുത്തെ പല കരച്ചിലുകളും ഞങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ആ മനുഷ്യന്റെ ബന്ധുക്കളായിരിക്കുകയില്ല, ആ മനുഷ്യനുമായി ബന്ധമില്ലാത്ത മനുഷ്യരാണ് ആ മനുഷ്യന്റെ മരണത്തിന്റെ സമയത്തും ആ മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ മരണത്തിന്റെ വീട്ടിലും വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവരെ കുറിച്ച് ആലോചിച്ചവരാണ്, അവരെ കുറിച്ച് ചിന്തിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇതിനധികം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ കൊണ്ട് എന്താണ് ചെയ്യുക എന്ന് എനിക്കറിയില്ല എന്നാണ്. എന്നെ കൊണ്ട് അള്ളാഹു എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്നാരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് സാഹചര്യമുണ്ട്. എന്താണെന്നറിയോ? ഒരിക്കൽ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണപ്പെട്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ആളുകള് സ്വഹാബികൾ പറഞ്ഞു, റസൂലേ, അദ്ദേഹം തീർച്ചയായും സ്വർഗത്തിലാണ്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഉറപ്പ് കിട്ടിയത് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന്? റസൂലേ, അദ്ദേഹം മുഹാജിറുകളിലെ ഏറ്റവും പ്രാധാന്യമുള്ള സ്വഹാബിയാണ്. ബഖീൽ ഗർഖദിൽ ഒന്നാമതായി മറമാടിയത് ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ്. അതുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ അങ്ങനെ പറയരുത്. ആരെക്കുറിച്ച്? സ്വഹാബിയായ വ്യക്തിയെ കുറിച്ചാണ്, മുഹാജിറായ വ്യക്തിയെ കുറിച്ചാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വല്ലാഹി മാ അദ്രി, അല്ലാഹു തന്നെയാണ് സത്യം, എനിക്കറിയില്ല. വ അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. മാ യുഫ്അലു ബി, എന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്യാൻ എനിക്ക് പോലും അറിയില്ല. ആരാ പറയണത്? സ്വർഗത്തിന്റെ കവാടത്തിൽ ആദ്യമായി തന്റെ കൈ കൊണ്ട് മുട്ടുമ്പോൾ മലക്കുകൾ ചോദിക്കുമെന്നാണ്. ആരാണ്? അന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, താങ്കൾക്ക് വേണ്ടിയാണ് ഈ കവാടം ആദ്യമായി തുറക്കപ്പെടാൻ ഞങ്ങൾ അവകാശപ്പെട്ടതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉത്തരവ് കിട്ടിയത് എന്ന് ആ മലക്കുകൾ പറയുന്നതാണ്. സഹോദരങ്ങളെ, ആ പ്രവാചകൻ പോലും എന്നെ കൊണ്ട് റബ്ബ് പരലോകത്ത് എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് വിചാരണ ചെയ്യണം, നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ആ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യം കടന്നു വന്നാൽ അതിനപ്പുറം നമ്മളെ വരാനിരിക്കുന്ന ഒരു ഖബറാണ്. ഇന്ന് നമ്മുടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി നമ്മുടെ വീടിൽ സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് നമ്മൾ ഉറങ്ങുന്നു. പക്ഷേ നാളെ നമുക്ക് കിടക്കാനുള്ളത് ഭാര്യയില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ഇരുട്ടിന്റെ അറയാകുന്ന ഖബറാണ്. അതുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖബർ കാണുമ്പോ കരയാൻ തുടങ്ങിയത്. ഖബർ കാണുമ്പോ അദ്ദേഹം കരഞ്ഞത്. ആളുകൾ ചോദിക്കും, ഉസ്മാൻ, താങ്കൾ എന്തുകൊണ്ടാണ് സ്വർഗത്തെ കുറിച്ച് പറഞ്ഞാലും
നരകത്തെ കുറിച്ച് പറഞ്ഞാലും ഇല്ലാത്ത വണ്ണം അത്രയും ഈ ഖബർ കാണുമ്പോൾ കരയുന്നത്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് അറിയോ? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരലോകത്തേക്കുള്ള ആദ്യത്തെ ഗേഹമെന്ന് പറഞ്ഞാൽ, ഭവനമെന്ന് പറഞ്ഞാൽ അത് ഖബറാണ്. അവിടുന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ എല്ലാം രക്ഷയാണ്. എന്നാൽ ഒരു മനുഷ്യന്റെ ഖബർ മോശമായാൽ പിന്നീട് അങ്ങോട്ട് എല്ലാം മോശമാണ്. എന്നൊരു പ്രവാചകന്റെ ഒരു ഹദീസാണ് അദ്ദേഹം അനുസ്മരിച്ചത്. ഏതാണെന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഖബറിനെ പോലെ ഭീകരമായ ഒരു കാഴ്ചക്കും സാക്ഷിയായിട്ടില്ല. ഖബറിന്റെ കാഴ്ചയെ പോലെ എന്നെ ഭയപ്പെടുത്തിയ, എന്നെ പേടിപ്പിച്ച മറ്റൊരു കാഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസാണ് അദ്ദേഹം അനുസ്മരിച്ചത്. നമ്മൾ ചിന്തിച്ചോക്കെ, അവരുടെ ചിന്തയും അവരുടെ ആലോചനയും എല്ലാം മരണാനന്തരമുള്ള ജീവിതത്തെ കുറിച്ചാണ്, അല്ലെ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ ഒറ്റയ്ക്കിരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു വന്ന് സലാം പറഞ്ഞു. ആ സലാം പറഞ്ഞതിന് ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മടക്കം കിട്ടണില്ല. വീണ്ടും സലാം പറഞ്ഞു നോക്കി. ഉസ്മാൻ എന്തോ ചിന്തിച്ചിരിക്കുക. നമ്മൾ വിചാരിക്കും കച്ചവടത്തെ കുറിച്ചായിരിക്കും, അല്ലെ? അതൊന്നും അല്ല ഉസ്മാൻ റളിയല്ലാഹു ചിന്തിക്കണത്. ഉമർ റളിയല്ലാഹു അൻഹു നേരെ ചെന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞു, എനിക്ക് സലാമിന് മടക്കം കിട്ടിയില്ല. അപ്പൊ എന്തേ കാരണം? അദ്ദേഹത്തെ വിളിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഉമർ വന്നത് കണ്ടിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു തന്നെയാണ് സത്യം, ഞാൻ ചെന്നിട്ടുണ്ട്, ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം മടക്കിയിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ പറഞ്ഞു, സത്യമായിരിക്കും, അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല, അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് ചോദിക്കേണ്ട, ഉസ്മാൻ, താങ്കൾ എന്തുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സലാം കേൾക്കാതിരുന്നത്? താങ്കൾ എന്തായിരുന്നു ആലോചിച്ചിരുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയി. പക്ഷേ നമുക്ക് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അൻ അസ്അലഹു അൻ നജാതി ഹാദൽ അംർ, എല്ലാ കാര്യത്തിന്റെയും വിജയം എന്താണ് എന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിച്ചിരുന്നതാണ്. ഇപ്പൊ ആരോടെ ചോദിക്കാം? പ്രവാചകനിൽ നിന്ന് അങ്ങനെ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾ കേട്ടിട്ടില്ല. കാരണം അത് ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ കിട്ടിയിട്ടില്ല. അതിനെക്കുറിച്ച് ആലോചിച്ചത് വിജയം എന്താണ് എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഒരാൾ വന്ന് വിളിച്ചു, നമ്മൾ കേട്ടില്ല. എന്തേ കാരണം? നമ്മൾ ദുനിയാവിന്റെ കാര്യത്തിലായിരിക്കും, നമ്മൾ കച്ചവടത്തിന്റെ തിരക്കിലായിരിക്കും, നമ്മൾ വീടിന്റെ കാര്യത്തിലായിരിക്കും, അല്ലെ? നമ്മുടെ തിരക്കും നമ്മുടെ ചിന്തയും എല്ലാം ഈ ദുനിയാവുമായി കെട്ടിപ്പടുത്ത കാര്യങ്ങളിലാണ്. ഇത് കേട്ടപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉസ്മാൻ, തീർച്ചയായും ഞാനത് ചോദിച്ചിട്ടുണ്ട്. ആരോട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. അപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയണെങ്കിൽ അതെനിക്ക് പറഞ്ഞുകൊണ്ടാ എന്ന് പറയുമ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, മൻ ഖബില മിന്നി അൽ കലിമത്തല്ലതി അറത്തുഹാ അലാ അമ്മി ഫഹിയ ലഹു നജാത്ത്. ഞാൻ എൻ്റെ മൂത്താപ്പയോട്, പിതൃവ്യനോട് ഒരു വാചകം പറഞ്ഞിരുന്നു, അദ്ദേഹം എന്നോട് തിരിച്ചു പറഞ്ഞില്ല. അതാണ് വിജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ മൂത്താപ്പയോട് ഞാൻ പറഞ്ഞു, അദ്ദേഹം അത് സ്വീകരിച്ചില്ല, എന്നോട് തിരിച്ചു പറഞ്ഞില്ല. അതാണ് വിജയത്തിന്റെ മാർഗമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മാ നജാതു ഹാദൽ അംർ, കാര്യങ്ങളുടെ വിജയം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി തിരിച്ചു പറഞ്ഞത് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാല്, സ്വഹാബികൾ ഇരുന്ന് ചിന്തിക്കുന്നത് പോലും പരലോകത്തിന്റെ വിജയമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതകാലത്ത് മാ ദറ ഉസ്മാന വമാ ബഅദ വമാ ദറൽ ബഅദ്, അഥവാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഒരു വിപത്തായി ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ ആളാണ്. തബൂക്കിലേക്ക് യുദ്ധത്തിന് സൈന്യത്തിനെ കൊണ്ടുപോകുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കാണ്, എന്താണ് നിങ്ങളുടെ വകയായി ഉള്ളത് എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 100 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും മിണ്ടിയില്ല. 200 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം, അപ്പോഴും ഒന്നും മിണ്ടിയില്ല. റസൂലേ, 300 ഒട്ടകങ്ങളെയും അതിൽ കയറ്റാനുള്ള ചരക്കും ഞാൻ നൽകാം, റസൂലുള്ളാഹി മിണ്ടിയില്ല. വീട്ടിൽ ചെന്ന് 1000 ദീനാറുകൾ, 700 ഊഖിയ, അതുപോലെ തന്നെ 300 ഒട്ടകങ്ങൾ, അതിൽ കയറ്റാനുള്ള ചരക്ക്, അതുപോലെ തന്നെ ധാരാളം കുതിരകൾ, ഇതുമായി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരികയാണ്.
മദീന കണ്ട ഏറ്റവും വലിയ ഔദാര്യവാൻ അല്ലേ? അത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർന്നു. ചരിത്രത്തിൽ കാണാൻ സ്വഹാബികൾ പറയാൻ, ആ നാണയങ്ങൾ ഒരു കയ്യിൽ നിന്ന് മറ്റേ കയ്യിലേക്ക് ഇങ്ങനെ ഇട്ട് എറിഞ്ഞിട്ട് കുട്ടികൾ പന്ത് തട്ടി കളിക്കും പോലെ നാണയം അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞു കളിച്ചു എന്നാണ് സന്തോഷം കൊണ്ട്. എന്നിട്ട് പറഞ്ഞതാണ്, ഉസ്മാൻ എന്ത് ചെയ്താലും അദ്ദേഹത്തിന് ഒരു വിപത്തായി ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹിന്റെ നാവ് കൊണ്ട് കേട്ടിട്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഒറ്റക്കിരുന്ന് ചിന്തിക്കുന്നത് എന്താണ് വിജയത്തിന്റെ മാർഗം എന്നതാണെങ്കിൽ നമ്മുടെ ചിന്ത എന്താണ്? നമ്മുടെ ആലോചന എന്താണ്? തീർന്നോ? അദ്ദേഹത്തിന് സമാധാനിക്കാം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന ആളുകളുടെ പ്രതിഫലം കിട്ടാനുണ്ട്. ഞാനൊരു പള്ളി കെട്ടിയ ആളാണ്, ഞാൻ അവിടെ സ്ഥലം ദീനിന് വേണ്ടി കൊടുത്ത ആളാണ്, ഞാൻ എത്ര സമ്പാദ്യം ചെലവഴിച്ചതാണ്, അതുകൊണ്ട് ഞാനൊക്കെ സ്വർഗത്ത് പോകും എന്ന വിചാരമല്ല. ആലോചിച്ചോക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീന അങ്ങേയറ്റത്തെ പട്ടിണിയിലൂടെ കടന്നു പോകുന്ന നാടുകളുണ്ട്. ഭയങ്കര വറുതിയാണ്, പ്രയാസങ്ങളാണ്. മദീനയുടെ വീടുകളിൽ നിന്ന് അടുപ്പ് പുകയാത്ത, അതേപോലെ തന്നെ കുട്ടികൾ വിശന്നിട്ട് കരയാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാണ്, ഖലീഫയാണ്. അബൂബക്കറിന്റെ മുന്നിലേക്ക് കുറച്ച് ആളുകൾ വന്നിട്ട് പറഞ്ഞു, മദീനയുടെ അറ്റത്ത് നിന്ന് ഒരു കച്ചവടച്ചരക്ക് വരുന്നുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കച്ചവടച്ചരക്കാണ്. അതിൽ 1000 ഒട്ടകങ്ങളുണ്ട്. 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള കച്ചവട ചരക്കുകളുമായിട്ടാണ്, സാധനങ്ങളുമായിട്ടാണ് അത് മദീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് കടന്നു വരുന്നത് എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അനുചരന്മാരും ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് പോകാൻ. എന്തിന്? ഉസ്മാനോട് ചോദിക്കാൻ, അത് വില കുറച്ച് വിൽക്കാൻ വേണ്ടി പറയാൻ, അതിന് റേറ്റ് പറയാൻ വേണ്ടിയിട്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാൻ, ജനങ്ങൾ പാവങ്ങളാണ്, ജനങ്ങൾ പട്ടിണിയിലാണ്, പ്രയാസത്തിലാണ്, അതുകൊണ്ട് താങ്കൾ ഈ കച്ചവട ചരക്ക് വില കുറച്ച് ഞങ്ങൾക്ക് നൽകണം എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കച്ചവട ചരക്ക് പുറപ്പെട്ടപ്പോൾ അതിന്റെ യാത്രാമധ്യേ ഇതിന് 3 ഇരട്ടി വില പറഞ്ഞവരുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാണ് തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് നൽകുക എന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖം മാറി. അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ, ജനങ്ങൾ പാവങ്ങളാണ്, പട്ടിണിയിലാണ്, താങ്കൾ ഈ കച്ചവട ചരക്ക് നൽകിയാൽ മദീനയുടെ പട്ടിണി മാറും, മദീനയിലെ കുഞ്ഞുമക്കൾ ചിരിക്കാൻ തുടങ്ങും, അവിടെ കരച്ചിൽ മാറും, പട്ടിണി മാറും, പ്രയാസം മാറും, മദീനയിലെ അങ്ങാടികളും ചന്തകളും അത് പഴയ ഒരു പ്രൗഢിയിലേക്ക് തിരിച്ചെത്തും, അതുകൊണ്ട് താങ്കൾ ഇത് തുച്ഛമായ വിലക്ക് ഞങ്ങൾക്ക് വില കുറച്ച് നൽകണമെന്നാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതിന് 10 ഇരട്ടി വില പറഞ്ഞവരുണ്ട്, പിന്നെ ഞാൻ എങ്ങനെയാണ് തുച്ഛമായ വിലക്ക് നിങ്ങൾക്ക് നൽകുക എന്നാണ്. തല താഴ്ത്തി നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കരങ്ങൾ പിടിച്ചിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, അബൂബക്കറെ, ഈ 3 ഇരട്ടിയും ഈ 10 ഇരട്ടിയും പറഞ്ഞത് അത് ഉസ്മാൻ അല്ല, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു കച്ചവടക്കാരല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോട് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചാൽ അത് 3 ഇരട്ടിയാക്കി 10 ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് താങ്കളുടെ ഈ തുച്ഛമായ വില എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് 1000 ഒട്ടകങ്ങൾക്ക് ചുമക്കാനുള്ള കച്ചവടച്ചരക്ക് ഒന്നും മോഹിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നൽകിയ വ്യക്തിത്വമാണ് ആര്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവർ, ആലോചിച്ച് നോക്കിയേ, ഇങ്ങനെ പരലോകം ലക്ഷ്യം കണ്ട്, പരലോകം മുന്നിൽ കണ്ട് മുന്നേറിയ മഹത്തുക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നമ്മളെ കുറിച്ചൊരു വിചാരണ പ്രിയപ്പെട്ടവരെ നമ്മൾ ഗൗരവത്തിൽ നടത്തേണ്ടത്. ഇനിയോ പരലോകത്തിന്റെ പറഞ്ഞു വെച്ചത്, പരലോകത്തിന്റെ ചിന്തകളും ആലോചനകളുമായി കഴിച്ചുകൂട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്യപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ കുറിച്ചാണ്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അവരിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ കൊടുക്കുകയാണ്, അന്നഹ ദക്കർത്തി നാറ ഫബക്കത്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നരകത്തെ ആലോചിച്ച് കരയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യുബ്കി. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആയിഷ, നീ എന്തിനാണ് കരയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, തീർച്ചയായും ഞാൻ നരകത്തെ ആലോചിച്ച് ഓർത്ത് കരഞ്ഞതാണ് എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര വയസ്സായി?
ആ വയസ്സിനിടയ്ക്ക് എപ്പോഴെങ്കിലും നമ്മുടെ കണ്ണ് നരകത്തെക്കുറിച്ചോ ഖബറിനെ കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ ആലോചിച്ച് നനഞ്ഞ ഒരു അനുഭവം നമുക്ക് പറയാനുണ്ട്? പലരുടെയും മരണം കണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും പ്രിയപ്പെട്ട പിതാവും മാതാവും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ പിറക്കാത്തൊരു ചുണ്ടും അറിയാത്തൊരു കണ്ണുണ്ടാവില്ല. അതല്ലെങ്കിൽ ജീവിതത്തിന്റെ എന്തെങ്കിലും ഒരു ഭാരം, മനസ്സിൽ താങ്ങാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും അറിയാതെ കണ്ണ് നനച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ ആലോചിച്ച് നമ്മൾ കരയാൻ തയ്യാറായിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ഈ മറുപടി കൊടുക്കുമ്പോൾ ഒരു ചോദ്യം കൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്. അന്ത്യനാളിൽ റസൂലേ, അങ്ങയുടെ കുടുംബത്തെ കുറിച്ച് ഓർക്കുമോ എന്നാണ്. നമുക്ക് എത്ര പ്രിയമാണ് നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, നമ്മുടെ മാതാപിതാക്കൾ. കുടുംബമാണ് നമ്മുടെ എല്ലാം. ആയിഷ റളിയല്ലാഹു അൻഹ അതുകൊണ്ട് തന്നെ ചോദിക്കാണ്, അങ്ങ് പരലോകത്ത് വെച്ച് താങ്കളുടെ കുടുംബമാകുന്ന ഞങ്ങളെ കുറിച്ച് ആലോചിക്കുമോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമ്മാ ഫീ സലാസതി മവാത്തിന ഫലാ യദ്കുർ അഹദുൻ അഹദാ. 3 സന്ദർഭങ്ങളിൽ ഒരു മനുഷ്യൻ മറ്റൊരാളെ കുറിച്ച് പോലും, ആരെയും ആരെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത, ഓർക്കാത്ത 3 സ്ഥലങ്ങളുണ്ട് എന്നാണ്. ഇവിടെ സ്വന്തം ഭാര്യയാണെങ്കിലും ഓർമ്മയുണ്ടാവില്ല. പ്രിയപ്പെട്ട ഒരു വിവാഹത്തിന്റെ സദസ്സിലേക്ക് ചെന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന്റെ മുന്നേ എന്റെ ഭാര്യ ഇരുന്നോ, എന്റെ മക്കളിരുന്നോ, എവിടെ കൊണ്ടുപോയിലും ആക്കിയിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ എത്ര വട്ടം വിളിച്ച് നമ്മൾ അന്വേഷിക്കും. എങ്കിൽ 3 സ്ഥലത്ത് വെച്ച് 3 സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ നിസ്സഹായനായി നിൽക്കാൻ, സ്വാർത്ഥനായി നിൽക്കാൻ, സ്വന്തം കാര്യം മാത്രം ചിന്തിക്കാൻ ഒരാളെ കുറിച്ച് ആലോചിക്കുക. സ്വന്തം ചോരയിൽ പറന്ന കുഞ്ഞാകട്ടെ, പോറ്റി വളർത്തിയ മാതാവാകട്ടെ, ആ മാതാവിനെയോ പിതാവിനെയോ ഒന്നും ചിന്തിക്കാത്ത സമയം. അത് ഒന്ന് പറഞ്ഞാൽ എന്താ അറിയോ? തുലാസിന്റെ അടുക്കൽ വെച്ച് നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൂക്കി നോക്കുന്ന ആ മീസാൻ സ്ഥാപിച്ച് അതിൽ കനം കുറഞ്ഞോ കൂടിയോ എന്ന് അറിയുന്നത് വരെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുക പോലില്ല എന്നാണ്. ഇതാരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ചിന്തിക്കുമെന്ന് വെച്ചപ്പോ ഇല്ല എന്നാണ്. അപ്പൊ ആയിഷനെ കുറിച്ച് പോലും, റളിയല്ലാഹു അൻഹയെ കുറിച്ച് പോലും റസൂലുള്ളാഹി ചിന്തിക്കൂല എന്നാണ് അവിടെ പറയണത്. രണ്ടാമത്തത്, അവന്റെ കയ്യിലേക്ക് ഗ്രന്ഥം കിട്ടുന്ന വേളയിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏട്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരാൻ 2 തരത്തിലാണ് നമുക്കറിയാം, അല്ലെ? ആ ഏട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഇതാ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കൂ എന്ന് സന്തോഷത്തോടു കൂടി പറയുന്നൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭം വന്നിട്ടല്ലാതെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാത്ത സമയമാണ്. 3ാമത്തെ രംഗം, നരകത്തിന്റെ മുകളിൽ സിറാത്ത് എന്ന് പറയുന്ന പാലം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാപിക്കുമ്പോൾ അതിന്റെ അടുത്ത് വെച്ചും ഒരാളെയും ഓർക്കൂല എന്നാണ്. നമ്മുടെ വീട് കത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുന്ന നമ്മുടെ വാഹനം തീ പിടിച്ചു. രക്ഷപ്പെടുത്താൻ നമ്മൾ നമ്മുടെ ശരീരത്തെ മാത്രമല്ല നോക്കുക, ആ വാഹനത്തിലുള്ളവർ, ആ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്നവർ, ഇനി ഞാൻ നശിച്ചാലും എനിക്ക് പൊള്ളലേറ്റാലും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും രക്ഷപ്പെടണം എന്ന് ആലോചിച്ച എത്രയോ മനുഷ്യരുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ ഒരു വണ്ടി ബസ് കത്തിയപ്പോൾ ആ ബസ്സിലേക്ക് എടുത്ത് കയറിയിട്ട് ഒരു കുടുംബനാഥൻ തന്റെ ഭാര്യയെയും മക്കളെയും അതിൽ നിന്ന് പുറത്തേക്ക് ഇട്ടു. ആ മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിഞ്ഞില്ല, ശരീരത്തിലേക്ക് തീയാളിയിട്ട് ആ മനുഷ്യൻ മരണപ്പെട്ടു. അല്ലെ? ദുനിയാവിൽ നമ്മൾ കാണിക്കുന്ന സ്നേഹാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പരലോകത്ത് ഉണ്ടാവൂല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയാൻ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. നമ്മുടെ കുടുംബത്തിൽ പ്രിയപ്പെട്ടവരെ, ഭാര്യ ചെയ്താൽ ഭർത്താവിന് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ല, ഭർത്താവ് ചെയ്താൽ ഭാര്യയ്ക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഈ 3 സന്ദർഭം എത്രത്തോളം ഭീകരമാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. എത്രത്തോളം ഭീകരമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏട് നമുക്ക് കിട്ടുകയാണ്. ഒരു മനുഷ്യൻ പടച്ചവനോട് നാളെ പറയുന്നതാണ്, അല്ലാഹുവേ, ഒരിക്കലും എന്നോട് നീ അനീതി കാണിക്കരുത്. അല്ലാഹു പറയും, ഞാൻ നിന്നോട് അനീതി കാണിക്കില്ല. എങ്കിൽ എനിക്കെതിരെയായി നീ ഒരു സാക്ഷിയെയും കൊണ്ടുവരരുത്, ഞാൻ തന്നെയാണ് എനിക്കുള്ള സാക്ഷി. ഓക്കെ, അവന്റെ വായകൾക്ക് സീല് വെക്കുന്നതാണ്. എന്നിട്ടോ അവനെതിരെ പറയുന്നത് അവൻ തന്നെയാണ്, അല്ലെ? എല്ലാറ്റിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല
പ്രിയപ്പെട്ടവരെ, നമ്മുടെ തൊലികൾ സംസാരിക്കാൻ. അൽ-യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായകൾക്ക് സീല് വെച്ച്, കൈകൾ സംസാരിച്ച്, കാലുകൾ സാക്ഷി പറയുന്നു. രക്ഷപ്പെടാൻ കഴിയില്ല, പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇവിടെ സ്വകാര്യതകളിൽ ഭാര്യ അറിയാതെ, ഭർത്താവ് അറിയാതെ അവിശുദ്ധ ബന്ധങ്ങൾ വെച്ചു പുലർത്തുന്നവരുണ്ട്. വിചാരിക്കുന്നത് ആരും അറിയുന്നില്ല എന്നാണ്. കച്ചവടത്തിൽ മോശത്തരങ്ങൾ കാട്ടുന്നവരുണ്ട്. കളവും വഞ്ചനയും നടത്തുന്നവരുണ്ട്. ആരും അറിയാതെ രഹസ്യ ജീവിതങ്ങളിൽ, സ്വകാര്യ ജീവിതങ്ങളിൽ വൃത്തികേടുകൾ കൊണ്ട് നടക്കുന്നവരുണ്ട്. അവരോട് അല്ലാഹു പറഞ്ഞെന്തറിയോ? യൗമ തുബ്ല സറായിർ. ഒരു ദിവസം വരാനുണ്ട്, അന്ന് രഹസ്യങ്ങൾ പിച്ചി ചീന്തപ്പെടും, അപമാനിക്കപ്പെടും, യഥാർത്ഥ മുഖം പുറത്തേക്ക് വരും. യൗമഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. അന്നൊരു രഹസ്യമായതുണ്ടാവില്ല എന്നാണ്. ഇവിടെ ഭർത്താവിനെ ചതിച്ചത്, വഞ്ചിച്ചത്, പറ്റിച്ചത്, പ്രിയപ്പെട്ടവരെ അനർഹമായി മറ്റൊരു പുരുഷനോട് സംസാരിച്ചത് അവിടെ വരും. തിരിച്ചു അങ്ങനെ തന്നെ. നമ്മുടെ സ്വകാര്യതകളിൽ ആരും അറിയാതെ ചെയ്യുന്ന തെറ്റുകൾ, ഇതെല്ലാം പഠിച്ചു നാളെ പരലോകത്ത് കൊണ്ടുവരും. ഭീകരമാണ് നാളത്തെ അവസ്ഥ. എന്തിനധികം ചില മനുഷ്യന്മാർ പറയും, ഞാൻ കുറച്ചു കാലൊക്കെ നരകത്തിൽ കിടന്നാലും, ജൂതന്മാർ പറഞ്ഞ പോലെ ഞങ്ങൾ 40 ദിവസം നരകത്തിൽ കിടക്കുന്നത് ഞങ്ങൾ രക്ഷപ്പെടും. അതെന്തുകൊണ്ടാ? സഹോദരങ്ങളെ, നരകത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്, പരലോകത്തെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ്. നരകക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വസ്ത്രം മുറിച്ചു കൊടുക്കുന്നതാണ്. മിനന്നാർ, നരകത്തിൽ നിന്ന് തന്നെ വസ്ത്രം, ചൂടിന്റെ വസ്ത്രം കൊടുക്കും. എന്നിട്ട് തലയിലൂടെ ഹമീം എന്ന് പറയുന്ന പാനീയം ഒഴിക്കുമ്പോൾ അവന്റെ വയറ് ചുട്ടു തിളക്കുന്നതാണ്. ഇവിടെ ഏറ്റവും ചൂടുള്ള ഒരു പാനീയം തലയിൽ ഒഴിച്ചാലും ആ തല കരിഞ്ഞു പോകുന്നല്ലാതെ വയറിനൊന്നും സംഭവിക്കും. എന്നാൽ ഹമീം എന്ന് പറയുന്ന പാനീയം ഒഴിച്ചാൽ അവന്റെ വയറ് വരെ തിളച്ചു മറിഞ്ഞ് അവന്റെ തൊലിയും മാംസവും ഉരുകി ഒലിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആന്റെ ആയത്തുകളിലൂടെ പറയുന്നുണ്ട്. എന്നറിയോ? അവിടെ ചില മട്ടികൾ കൊണ്ട്, അല്ലെങ്കിൽ മുട്ടികൾ കൊണ്ട് മനുഷ്യൻ അടിയുണ്ട്. എന്താണ് ആ മുട്ടികളുടെ പ്രത്യേകത? അത് ഇരുമ്പിൻ്റെതാണ്. റസൂലുള്ളാഹി വിശദീകരിച്ച് എങ്ങനെ അറിയോ? അതെങ്ങാനും ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയാൽ, മനുഷ്യലോകവും ജിന്നു ലോകവും ഒരുമിച്ച് ശ്രമിച്ചാൽ പോലും അതൊന്ന് മാറ്റിവെക്കാൻ സാധ്യമല്ല എന്നതാണ്. ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം ആര് കൊണ്ടുവരുമെന്ന് ചോദിച്ചപ്പോൾ അത് ഏറ്റിക്കൊണ്ടുവരാൻ കഴിവുള്ള മനുഷ്യരെക്കാൾ ശക്തിയുള്ള വർഗമാണ് ജിന്നുകൾ. എന്നിട്ട് ആ ജിന്നുകളും മനുഷ്യന്മാരും ഒരുമിച്ച് കൂടിയാൽ പോലും നരകത്തിലെ മനുഷ്യനെ അടിക്കുന്ന ആ ഒരു മുട്ടി, അല്ലെങ്കിൽ ആ ഒരു ആയുധമെടുത്തൊന്ന് മാറ്റിവെക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നരകം തമാശയല്ല, പരലോകം തമാശയല്ല. അത് നമുക്ക് ഇങ്ങനെ കേട്ടിട്ട് അതിങ്ങനെ പോകാനുള്ള ഒരു സംഗതിയല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ആലോചിക്കാനുള്ളത്, ചിന്തിക്കാനുള്ളതാണ്, കരയാനുള്ളതാണ്, പ്രാർത്ഥിക്കാനുള്ളതാണ്. അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അജണ്ടയായി മാറേണ്ടതുണ്ട്. എന്തിവിടെ ദുനിയാവില് പ്രയാസങ്ങൾ അനുഭവിച്ചാലും, ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും, എനിക്കെന്റെ പരലോകം നഷ്ടപ്പെടരുത് എന്ന അതിയായ ആഗ്രഹവും മോഹവും നമ്മിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തൽക്കാലം നമ്മൾ നമസ്കാരത്തിന് വേണ്ടി പിരിയുകയാണ്. നമസ്കാരം കഴിഞ്ഞ് പൊടുന്നനെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് പറഞ്ഞ് വേഗത്തിൽ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലിഹി. നമസ്കാരത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചത് പരലോകം എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് എന്നും ദുനിയാവിന് അത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ്. നമ്മുടെ പ്രത്യേകത മരണവും ഖബർ ജീവിതവും വിചാരണയുമെല്ലാം എത്രയോ വിദൂരമായ സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അതെല്ലാം ഒരു മനുഷ്യന്റെ അടുത്താണ് എന്ന് വിശദീകരിച്ചു നൽകി. സൂറത്തുൽ അംബിയായിന്റെ 1-ാമത്തെ ആയത്തിൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും
വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ എന്നാണ്. ജനങ്ങൾക്ക് അവരുടെ വിചാരണ വരാനുണ്ട് എന്നല്ല, വന്നെത്തിയിരിക്കുന്നു. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങൾ ഒരു അശ്രദ്ധയിൽ കൊണ്ടുപോയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മരണം കഴിഞ്ഞ് ഖബറിലെ ജീവിതം കഴിഞ്ഞിട്ടാണ് വിചാരണ ഒരു മനുഷ്യനെ നേരിടാനുള്ളത്. അതാണ് അടുത്തെത്തി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. മറ്റൊരായത്തിൽ കാണാം, ഇന്നഹും യറൗനഹു ബഈദ വനറാഹു ഖരീബ. തീർച്ചയായും അവൻ അതിനെ വിദൂരമായി കാണുന്നു, പക്ഷേ നാം അതിനെ അടുത്തതായും കാണുന്നു എന്നാണ്. അപ്പൊ ഓരോ മനുഷ്യനും ഖിയാമുണ്ട്, ഖിയാമത്ത് നാളുണ്ട്. അതേതാണ്? അവന്റെ മരണമാണ്. ചില ആളുകൾ ഇപ്പോ ചർച്ച ഇമാം മഹ്ദി എന്നാണ് വരിക, ദജ്ജാൽ എന്നാണ് വരിക, അത് വന്നിട്ടുണ്ടോ വരാനുണ്ടോ എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് കാത്തിരുന്ന എത്രയോ സമൂഹം, എത്രയോ മനുഷ്യർ അവര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ അവസാനത്തെ കുറിച്ചാണ്, നമ്മുടെ ഖിയാമത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നാളെ പരലോകത്ത് നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മളെ പഠിപ്പിച്ചത്. വെറുതെയല്ല നമ്മളെ ഇങ്ങോട്ട് പടച്ചു വിട്ടത്. അപ്പൊ നമുക്ക് ഈ ലോകത്തും നാളെ പരലോകത്തും നല്ലത് കിട്ടണമെങ്കിൽ ആ രണ്ട് കണ്ടീഷൻ പറഞ്ഞു. മൻ അമില സ്വാലിഹൻ മിൻ ദക്കറിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ എന്നാണ്. ആരാണോ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അതിലാണാകട്ടെ പെണ്ണാകട്ടെ, വഹുവ മുഅ്മിനുൻ, അവർ വിശ്വാസികളാണെങ്കിൽ വിശ്വാസിനികളാണെങ്കിൽ, ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നല്ല ജീവിതം കൊടുക്കുമെന്നാണ്. വലനജിസിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർക്ക് ഇതിനേക്കാൾ വമ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരുക്കി വെച്ചിട്ടുമുണ്ട്. അപ്പൊ ഈ ലോകത്തെ ജീവിതത്തിന്റെ സമാധാനത്തിന്റെയും പരലോക ജീവിതത്തിന്റെ രക്ഷയുടെയും കാതലായ രണ്ടു വശം, ഒന്ന് ഈമാനാണ്, രണ്ട് സൽക്രമങ്ങളാണ്. ഇതുണ്ടെങ്കിൽ രണ്ട് ലോകത്ത് രക്ഷപ്പെടാൻ കഴിയും. ഒരു ഖുദ്സിയായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വഇസ്സതി, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഒരു അടിമയുടെ മനസ്സിൽ, അവന്റെ ഹൃദയത്തിൽ രണ്ട് പേടി ഉണ്ടാവില്ല, രണ്ട് ഭയം ഉണ്ടാവില്ല. രണ്ട് പേടിയും രണ്ട് ഭയവും ഒരുമിച്ച് ഉണ്ടാകുന്ന ഒരു അടിമയുണ്ടാവില്ല എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വാചകം, ആ ഖുദ്സിയായ ഹദീസ് വിശദീകരിക്കുന്നത്, ഇദാ അമിനനി ഫി ദുനിയ, ആരാണോ ദുനിയാവിൽ എന്നെ ഭയമില്ലാതെ, എന്നെ പേടിയില്ലാതെ, നിർഭയത്വത്തോടു കൂടി കഴിഞ്ഞത്, അഖഫ്തുഹു യൗമൽ ഖിയാമ, പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പേടിപ്പിക്കുന്നതാണ്. ദുനിയാവിൽ അല്ലാഹുവിന്റെ ദീനിന്, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾക്ക് യാതൊരു അർത്ഥത്തിലും വില കൊടുക്കാതെ, അതെല്ലാം നിസാരമാണ് എന്ന് ചിന്തിച്ച് അല്ലാഹുവിനെ ഭയമില്ലാതെ ജീവിച്ച ആളുകൾ, പരലോകത്ത് അല്ലാഹു അവരെ ഭയപ്പെടുത്തും. അപ്പൊ ദുനിയാവിൽ അല്ലാഹനെ പേടിക്കാത്തവർക്ക് പരലോകത്ത് കിട്ടാൻ പോകുന്നത് അല്ലാഹു അവരെ ഭയപ്പെടുത്തലാണ്. രണ്ടാമത്തെ ഭാഗം പറഞ്ഞത്, വഇദാ ഖാഫനി ഫി ദുനിയ, ആരാണോ ദുനിയാവിൽ എന്നെ ഭയപ്പെട്ടത്. ഒരു കാര്യം ചെയ്യുമ്പോൾ പേടിയാണ്, അല്ലേ? തഖ്വയുള്ളവരെ കുറിച്ച് പറഞ്ഞില്ലേ, മുൽജമുന്നാണ്, ഒരു കടിഞ്ഞാണുള്ള ആളുകളെ പോലെയാണ്. അവരുദ്ദേശിക്കുന്നൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല, അവരുദ്ദേശിക്കുന്നെല്ലാം അവർക്ക് കാണാൻ കഴിയില്ല, എല്ലാം അവർക്ക് കേൾക്കാൻ കഴിയില്ല, എല്ലാവിടേക്കും സഞ്ചരിക്കാൻ കഴിയില്ല, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റൂല. കടിഞ്ഞാണുള്ളവരെ പോലെ അവർ പിടിച്ചു വലിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ തഖ്വയുള്ള വിശ്വാസികൾ. കാരണം അള്ളാഹുവിനെയാണ് അവർ പേടിക്കുന്നത്, അള്ളാഹുവിനെയാണ് അവർ ഭയപ്പെടുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ പേടിച്ച് ജീവിച്ചാൽ അമ്നതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കും, ഭയപ്പെടേണ്ട അവസ്ഥ ഉണ്ടാവില്ല. സഹോദരങ്ങളെ, എന്താണ് അന്നത്തെ ഒരു ലോകത്തിന്റെ കാഴ്ച? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിചാരണ നാളിന്റെ കാഴ്ച നമുക്ക് പറഞ്ഞു തന്നത്, തുഹ്ശറൂന യൗമൽ ഖിയാമ എന്നാണ്. ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, ചേലാക്രമം ചെയ്യപ്പെടാതെ, ചെരുപ്പ് ധരിക്കാതെ, വസ്ത്രം ധരിക്കാതെ. അടുത്ത് നിൽക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ ചോദിച്ചു,
അയ്യുബ്സിറു ബഅ്ദുനാ ഔറത ബഅ്ദുൻ, അവർ പരസ്പരം ഔറത്തിലേക്ക് നോക്കില്ലേ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതി കൊടുത്തു. ഏതാ? ലികുല്ലി ഇംരിഹിൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നി, അന്ന് ഓരോരുത്തർക്കും അവരുടെ കാര്യം തന്നെ മതിയാകുന്നതാണ്. വിയർപ്പിൽ കുളിച്ചു നിൽക്കുകയാണ് മനുഷ്യർ. സൂര്യൻ ഒരു ചാണകല, ഒരു സുർമ്മക്കോലകര നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമ്മൾ ഇന്നേ വരെ അനുഭവിക്കാത്ത പ്രതിസന്ധി അവിടെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാഹുവിനെ ഇവിടെ ഭയപ്പെട്ട് ജീവിച്ചവർക്ക് അവിടെ ഭയപ്പെടേണ്ടി വരികയില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈമാൻ പ്രധാനാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന ബോധം. പരീക്ഷണങ്ങൾ റബ്ബ് തരുമ്പോൾ അത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ഈമാൻ എന്നെ പരീക്ഷിച്ച് നോക്കുകയാണ് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ദീനിലേക്ക് അടുക്കും തോറും നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറയാണോ ചെയ്യുക, കൂടാണോ ചെയ്യുക? കൂടുക തന്നെയാണ് ചെയ്യുക, ഒരു സംശയവും വേണ്ട. കുറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഇല്ലാത്ത വ്യക്തിയായി മാറേണ്ടിയിരുന്നത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം അനുഭവിച്ചതുമാരാണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഇപ്പൊ രണ്ട് വീടുണ്ട് വിചാരിക്കാം. ഒരു വീട്ടില് സംഗീതവും വൃത്തികേടുകളും പലിശയും ഹറാമുകളും എല്ലാം വലിച്ചു കയറ്റുന്ന വീടാണ്. മറുഭാഗത്ത് നമസ്കരിക്കുന്ന വാപ്പയും മക്കളുമുള്ള വീട്, സമയബന്ധിതമായി വീടുകൾ നമസ്കരിക്കുന്ന ഭാര്യയും മക്കളും പെൺമക്കളും എല്ലാം ഉള്ള വീട്, ദിക്റുകളും പ്രാർത്ഥനകളും വിശുദ്ധ ഖുർആനുമുള്ള വീട്. ഏത് വീട്ടിലാണ് പരീക്ഷ ഉണ്ടാകുക? ഈ ദിക്റും ഖുർആനും നമസ്കാരമുള്ള വീട്ടിലാണ് പരീക്ഷ ഉണ്ടാകുക. കാരണം അവർ ഓൾറെഡി പരീക്ഷിച്ച് തോറ്റവരാണ്, പരാജയപ്പെട്ടവരാണ്. അവരുടെ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മുടെ ഈമാൻ അല്ലാഹു പരീക്ഷിക്കും. അപ്പൊ സഹോദരങ്ങൾ, നമ്മൾ ദീനിലേക്ക് അടുക്കും തോറും നമുക്ക് പരീക്ഷണം ഉണ്ടാകും. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ ദീന് എത്രത്തോളം കഠിനമാകുന്നുവോ അത്രത്തോളം പരീക്ഷണങ്ങളും കഠിനമായി കൊണ്ടേയിരിക്കുന്നതാണ്. സമ്പത്തിൽ, സന്താനങ്ങളിൽ, ഇവിടൊക്കെ നമ്മളെ നിലപാട് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിച്ചതേ ഇവിടെ നടക്കുന്നുള്ളൂ, അതല്ലാത്ത ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല, ഇതിലെല്ലാം എനിക്ക് ഖൈറുണ്ട് എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. രണ്ടാമത്തെ കാര്യം, പരലോകത്തെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞത് സൽക്കർമ്മങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഇതിന്റെ വില ചിലറല്ല. ഒരു 2 റക്അത്ത് നമസ്കാരം അല്ലെ, ഒരു സുബ്ഹാനല്ലാഹയുടെ വില, ഒരു പേജ് ഖുർആൻ പാരായണത്തിന്റെ വില, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക മരണങ്ങൾ വരുമ്പോഴും ഖബറിലെത്തിയാലാണ്. പ്രവാചകന്റെ ചില ഹദീസുകൾ കാണാം, മർറബി ഖബറിൻ, റസൂലുള്ളാഹി ഒരു ഖബറിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഈ ഖബറാളികൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്തായിരിക്കും? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്ക് അറിയില്ല റസൂലേ, അത് അങ്ങേക്കും അല്ലാഹുവിനാണ് ഏറ്റവും നന്നായി അറിയാം. റസൂലുള്ളാഹി പറയാണ്, ഈ മനുഷ്യൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയത്തി ദുനിയാകും, ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ ഈ മനുഷ്യൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്ത് നമസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന. നമസ്കാരത്തിന് വിലണ്ട്, ഒരു ദിക്റിന് വിലണ്ട്. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തുന്ന നന്മകൾക്ക് വിലയുണ്ട്, സമയത്തിന് വിലയുണ്ട്. നരകത്തിൽ സൂറത്തുൽ ഫാത്തിറിന്റെ 37-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാൻ, നരകത്തിൽ കടന്ന് എരിയുന്ന മനുഷ്യന്മാര് പോലും ആഗ്രഹിക്കുന്നത് അവിടുന്ന് രക്ഷപ്പെട്ട് നന്മ ചെയ്ത് തിരിച്ചു വരണം എന്നാണ്. അല്ലാഹു പറഞ്ഞ എങ്ങനെയെന്നറിയോ? വഹും യസ്തരിഹൂന ഫിഹാ, അവരവിടെ കിടന്ന് മുറവിളി കൂട്ടുകയാണ്, തട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് കരയുകയാണ്. റബ്ബനാ അഖ്രിജ്നാ നഅമൽ സ്വാലിഹാ, അല്ലാഹുവേ, ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് നീ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾ സുകൃതങ്ങൾ ചെയ്ത് നന്മകൾ ചെയ്ത് തിരിച്ചു വരാം. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇന്നേ വരെ ചെയ്തിട്ടില്ലാത്ത സൽക്രമങ്ങൾ ചെയ്ത് ഞങ്ങൾ മടങ്ങി വരാം എന്ന് നരകക്കാരൻ അള്ളാഹുവിനോട് കെഞ്ചി നോക്കുകയാണ്, പറഞ്ഞു നോക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 ചോദ്യം ചോദിച്ചു എന്നാണ്. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ, നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ ഉറ്റാലോചിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ലേ? ആയുസ്സിൽ നിങ്ങൾക്ക് വിശാരത ലഭിച്ചിരുന്നില്ലേ? എത്രയോ മനുഷ്യന്മാരുടെ മരണങ്ങൾ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളായിരുന്നു. എത്രയോ ചെറിയ കുട്ടികൾ മരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല 30, 40, 50, 60 വയസ്സ് ജീവിക്കാനുള്ള അവസരം ഈ ദുനിയാവിൽ നൽകിയിരുന്നില്ലേ? വജാഅകുമുൻ നദീർ, താക്കീതുകാർ വന്നിട്ടില്ലായിരുന്നോ?
താക്കീത് എന്ന് പറഞ്ഞ സഹോദരങ്ങളിൽ ഖുർആനും സുന്നത്തൊക്കെ താക്കീതാണെങ്കിലും നമ്മളൊരു മുടി നരക്കുന്നുണ്ടെങ്കിൽ അത് നമ്മോട് പറയുന്നൊരു താക്കീതുണ്ട്. മനസ്സിലാവുണ്ടോ അല്ലേ? നമ്മുടെ വീടിന്റെ മുന്നിലൂടെ പോയ മയ്യത്ത് കട്ടിൽ നമുക്കുള്ള താക്കീതാണ്. നമ്മുടെ വീട്ടിലേക്കും പ്രിയപ്പെട്ടവരെ ഇതുപോലൊരു മയ്യത്ത് കട്ടിൽ വരാനുണ്ട്. അതിലേക്ക് നമ്മെ ചുമന്ന് ആളുകൾ വെച്ച് അതിന്റെ മുമ്പേ നല്ല വൃത്തിയായി കുളിപ്പിച്ച് നമ്മുടെ വീടിന്റെ ഒരു അരികിലത നമ്മളെ കുളിപ്പിച്ച വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥ വരാനുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ അതുപോലും ചിന്തിക്കാൻ കഴിയില്ല. എങ്ങനെ എന്നെ കുളിപ്പിക്കും എന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്ന് പല മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. പറ്റിക്കഴിഞ്ഞാൽ വെള്ളം തൊടാൻ കഴിയില്ല. ആലോചിക്കെ, വയനാട്ടിൽ ഉറങ്ങിയ മനുഷ്യർ അവരുടെ അവസാനത്തെ ഉറക്കം അല്ലെ, ആ ഉറങ്ങിയവരുടെ മനുഷ്യരുടെ ശരീരം കിട്ടുന്നത് മലപ്പുറം ജില്ലയിലാണ്. ഉറങ്ങുമ്പോ ചിന്തിക്കോ, ഞാനിപ്പോ ഇവിടുന്ന് മരിച്ചിട്ട് മലപ്പുറത്തെത്തുന്നു? ഇല്ല, അത്രയും നിസാരന്മാരാണ് നമ്മളൊക്കെ. അവിടെ അള്ളാഹ് ചോദിക്കുക, നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ, താക്കീത് കിട്ടിയില്ലേ? എന്നിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ടാണോ നിങ്ങൾ ഈ പ്രയാസം പറയുന്നത്? ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്നാണ്. അവ നഷ്ടപ്പെടുത്തരുത് ഒരു നന്മകളെയും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രിയപ്പെട്ടവരെ നിർബന്ധമാക്കിയ കാര്യമാണ് 5 നേരത്തെ നമസ്കാരം. മറ്റു കാരണങ്ങളില്ലെങ്കിൽ, ശർഈയായ മതപരമായ കാരണങ്ങളില്ലെങ്കിൽ പള്ളിയിൽ വന്ന് കൃത്യമായി ജമാഅത്തായി നിർവഹിക്കുക എന്നത്. നമ്മൾ എവിടെയാണ്? നമ്മുടെ കുട്ടികളെ നമ്മൾ വിളിക്കാറുണ്ട്. പാപ്പ എണീറ്റ് പോരുമ്പോ അല്ലെ, ആ കുടുംബനാഥൻ എണീറ്റ് പോകുമ്പോ ഭാര്യക്ക് പറയാൻ കഴിയുണ്ടോ മോനെ കൂടി വിളിച്ചു? ആ മോന്റെ ഉറക്കം നരകത്തിലേക്കാണ് എന്ന ബോധ്യവും കേൾവിയും ചെവിയിലൂടെ പ്രിയപ്പെട്ടവരെ കേട്ട് കർണപുടങ്ങളിലൂടെ കടന്നുപോയതാണ്. പക്ഷെ മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അത് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട് കത്തുമ്പോൾ മകൻ ഉറങ്ങിക്കോട്ടെ, നല്ല ഉറക്കത്തിലാണ് എന്നൊരു പിതാവും ചിന്തിക്കൂല. അവനെ കൂടെ കൂട്ടും, അവനെടുത്ത് പുറത്തേക്ക് എറിയും അല്ലെ. പക്ഷെ എന്തുകൊണ്ടാ നരകത്തെ നമ്മൾ ആ രൂപത്തിൽ കാണാത്തത്? എന്ത് നരകത്തെ നമ്മൾ ആ രൂപത്തിൽ ചിന്തിക്കാത്തത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പക്ഷിയെ നോക്കി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ചോദിച്ചു, അബൂബക്കറെ, എന്തിനാണ് ആ പക്ഷിയെ നോക്കി അങ്ങ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ പക്ഷിയെ പോലെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ലൈസ അലൈക ഹിസാബ് വലാ അദാബ്. ആ പക്ഷിക്ക് അല്ലാഹുവിന്റെ ശിക്ഷ കടന്നു വരാനില്ല. അല്ലാഹുവിന്റെ ഹിസാബ്, അല്ലാഹുവിന്റെ വിചാരണയും ആ പക്ഷിക്ക് കടന്നു വരാനില്ലല്ലോ എന്ന്. അതെ, ഞാൻ ആ പക്ഷിയെ പോലെയായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഒരു മൺകട്ട കയ്യിലെടുത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാചകം എന്താണ്? യാ ലൈതനി കുൻതു ഹാദിഹി ദിബിന. ഞാൻ ഈ മൺകട്ട പോലെയായിരുന്നുവെങ്കിൽ എത്ര മനോഹരമായിരുന്നു, എത്ര സുന്ദരമായിരുന്നു. കാരണം ഉമറിന് നാളെ പരലോകത്ത് അള്ളാന്റെ വിചാരണക്ക് നേരിടാനുണ്ട്. പ്രശ്നം അതാണ് അല്ലെ. സഹോദരങ്ങളെ വെച്ച് ഉമർ റളിയല്ലാഹുവിന്റെ ജീവിതം തന്നെ നമ്മളൊന്ന് മറിച്ചു. അദ്ദേഹത്തിന്റെ 2 കാലവും സ്വഹാബത്ത് പറയും, 2 കാലവും പറയും. ഒന്ന്, ഇസ്ലാം സ്വീകരിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രൂപവും അദ്ദേഹം മരണപ്പെടുന്ന നാളുകളിൽ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ രൂപവും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും കുതിരപ്പുറത്ത് അതിനെ പിടിച്ച് ചവിട്ടിയെടുത്ത് കയറുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കുതിരയെ പിടിക്കാതെ ചവിട്ടാതെ എടുത്ത് ചാടുന്നു. അത്രയും കരുത്തും കഴിവുമുള്ള സ്വഹാബിയായിരുന്ന ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളെ കുറിച്ച് സ്വഹാബികൾ പറയുന്നുണ്ട്, ഉമറിന്റെ ശരീരം മുട്ടി വലിഞ്ഞു, ഉമർ കറുത്തു, കണ്ണുകൾ കുഴിഞ്ഞു, എല്ലുകൾ പൊന്തി. മനസ്സിലാവുണ്ടോ? കാരണം അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങൾ വല്ലാത്തൊരു പ്രയാസമായി മാറി. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങൂല, ആളുകളുടെ കാര്യം അന്വേഷിച്ച് നടക്കും. ആലോചിച്ചൊക്കെ, രാത്രി ആളുകളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുമ്പോൾ അതിലൊരു വേളയിൽ അദ്ദേഹം രാത്രി നിന്ന് കരയുന്നുണ്ട്. ആളുകൾ ചോദിച്ചു, ഉമർ എന്തിനാ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഞാൻ ഓർക്കാൻ. ഏതാണ് ഹദീസ്? മൗദിഉ സൗതിൻ ഫിൽ ജന്ന ഖൈറും മിന ദുനിയാ വമാ ഫീഹാ. നാളെ സ്വർഗ്ഗത്തിൽ അതാ ഒരു ചാട്ടവാറി ചാരി വെക്കാനുള്ള ഇടം ലഭിക്കലാണ് ഈ ദുനിയാവും അതിലുള്ളതെല്ലാം കിട്ടുന്നതിനേക്കാൾ ഉത്തമമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഉമറിനതാ നാളെ പരലോകത്ത് സ്വർഗത്തിൽ ഒരു ചാട്ടവാറി ചാരി വെക്കാനുള്ള ഇടം കിട്ടുമോ എന്ന പേടിയാണ്. ഒരിക്കൽ കയ്യിലൊരു വടി എടുത്തിട്ട് സ്വന്തം കാലിൽ ഇങ്ങനെ തല്ലിക്കൊണ്ടിരിക്കാം. ആള് ചോദിച്ചു, ഉമർ
എന്തിനാണ് സ്വന്തത്തെ ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം പറയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ കാര്യം എന്നിൽ ആണല്ലോ ഏൽപ്പിച്ച് എന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഉമി കളയാത്ത ഗോതമ്പ് അത് കുഴച്ചിട്ട് ഇങ്ങനെ അദ്ദേഹം പരത്തി ചുടാൻ നിൽക്കുന്ന വേളയിൽ അദ്ദേഹത്തെ കണ്ടുവന്ന ആൾക്കാർ ചോദിക്കുന്നു, ഉമറേ അതിന്റെ ഉമിയെങ്കിലും ഒന്ന് കളഞ്ഞുകൂടെ, എന്നിട്ട് കഴിച്ചാൽ നല്ല സ്വാദുണ്ടാകുമല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഉമർ റളിയല്ലാഹു പറയണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഖലോലുപരായ പല രാജാക്കന്മാരെയും ഭരണാധികാരികളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പ്രജകള് പട്ടിണിയിലായിരിക്കും. ആ സമയത്ത് സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്ന ഭരണാധികാരികളുണ്ട്. ഞാൻ ആ കൂട്ടത്തിൽ പെടുമോ എന്ന ഭയം കൊണ്ടാണ് ഇതിന്റെ ഉമി കളയാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ആരാ പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവ് കൊണ്ട് സ്വർഗമുണ്ട് എന്ന് എത്രയോ തവണ കേട്ട ആളാണ് അല്ലേ? ഒരു കുടുംബം വന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഒരു പരാതി പറയുന്നുണ്ട്. എന്താ അറിയോ? ഒരു കുടുംബം ഉമറിന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ട് അവരുടെ പരാതി അവരൊരു പാട്ടിലൂടെ ചില വരികളിലൂടെ അവർ അവതരിപ്പിച്ചു. എന്താ? യാ ഉമർ ഖൈരി ജുസീതൽ ജന്ന ഉഖ്സുബനയാതി വ ഉമ്മഹുന്ന വ കുല്ലനാ മിനസ് സമാഇ ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫഅലന്ന. കാലത്തിന്റെ വിപത്തിൽപ്പെട്ട് സമ്പത്ത് നശിച്ചു പോയി ഉമറേ, വീടും പുരയിടവും തകർന്നു പോയി ഉമറേ, ഞങ്ങൾക്ക് വസ്ത്രമില്ല, പാർപ്പിടമില്ല, ഭക്ഷണമില്ല, അതുകൊണ്ട് എന്തെങ്കിലും നൽകി ഞങ്ങളെ സഹായിക്കണം ഉമറേ. ഉമർ തിരിച്ചു ചോദിച്ചു, ഞാനൊന്നും നിങ്ങൾക്ക് നൽകിയിട്ടില്ലെങ്കിലോ? അവര് പറഞ്ഞു, ഞങ്ങൾ മടങ്ങിപ്പോകുന്നതാണ്, ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ്. മൽപിടുത്തത്തിലൂടെ മത്സരത്തിലൂടെ ശക്തി പ്രയോഗിച്ച് വാങ്ങിച്ചെടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ല, ഞങ്ങൾ പാവങ്ങളാണ്, ദുർബലരാണ് ഉമറേ. നിങ്ങൾ മടങ്ങിപ്പോയാൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ ആ കുടുംബം മറുപടി പറഞ്ഞു, ഉമറേ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഞങ്ങൾ തിരിച്ചു വരും. രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഉമറിനോട് ചോദിച്ചിട്ട് ഒരു വസ്ത്രം പോലും തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ താങ്കൾക്ക് നരകം, അതല്ലെങ്കിൽ താങ്കൾക്ക് സ്വർഗം. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും മധ്യത്തിൽ എന്നെയും എന്റെ കുടുംബത്തെയും പരാതിയുമായി കാണാം ഉമറേ. സ്വർഗമുണ്ട് എന്ന് കേട്ടപ്പോ, നരകമുണ്ട് എന്ന് കേട്ടപ്പോ, പരലോകത്ത് പരാതി പറയുമെന്ന് കേട്ടപ്പോ പ്രിയപ്പെട്ടവരെ, ഉമർ താടിരോമങ്ങൾ നനയുമാറ് കരഞ്ഞ് ഇട്ട യുദ്ധക്കുപ്പായം സ്വന്തം മകന്റെ കയ്യിൽ അടിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോനെ അബ്ദുള്ള, ഇതാ കുടുംബത്തിന് കൊണ്ടുപോയി കൊടുക്കണേ. ആ കുടുംബത്തിനോട് പറയണം, ഉമറിന്റെ കയ്യിൽ മറ്റൊന്നും ബാക്കിയില്ല. സ്വർഗം, നരകം, പരലോകം എന്ന് കേട്ടപ്പോ അദ്ദേഹം കരഞ്ഞു. ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? മദീനത്തെ മിമ്പറിൽ കയറി പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, സ്വഹാബത്തെ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എനിക്ക് സ്വർഗത്തിലെ ചില കാഴ്ചകൾ കാണിക്കപ്പെട്ടു. എന്റെ സ്വർഗം ഞാൻ കണ്ടു. ആ സ്വർഗത്തിൽ മനോഹരമായ കൊട്ടാരവും ഞാൻ കണ്ടു. ആ കൊട്ടാരം കണ്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ആഗ്രഹം തോന്നി, ആ കൊട്ടാരത്തിലേക്കൊന്ന് കാലെടുത്തു വെക്കാൻ. മദീനത്തെ മിമ്പറിൽ നിന്ന് വിളിച്ചു പറയുമ്പോ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്തുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉണ്ട്, ആ കൂട്ടത്തിലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ആ സ്വർഗം കണ്ടപ്പോൾ, ആ സ്വർഗത്തിന്റെ കാഴ്ചകൾ കണ്ടപ്പോ ആ കൊട്ടാരത്തിലേക്ക് കാലെടുത്തു വെക്കാൻ ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അതിന്റെ മുന്നിലേക്ക് നടന്നു നീങ്ങുകയാണ്. ആ കൊട്ടാരത്തിന് മുന്നിൽ ചില പെൺകുട്ടികൾ വുളു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പെൺകുട്ടികളോട് ഞാൻ ചോദിച്ചു, ആർക്ക് വേണ്ടിയാണ് ഈ മനോഹരമായ കൊട്ടാരമെന്ന്? എന്നോട് പറയപ്പെട്ടു, ഖത്താബിന്റെ മകൻ ഉമറിന് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഉന്നതമായ കൊട്ടാരമാണ്. സ്വഹാബത്തെ, ഉമറിന് വേണ്ടി എന്ന് കേട്ടപ്പോൾ എന്റെ മുന്നിലേക്ക് വെച്ച കാലുകളെ ഞാൻ പിറകിലേക്ക് വലിച്ചു. ഉമർ അറിയാതെ, ഉമറിന്റെ അനുവാദമില്ലാതെ ഉമറിന്റെ കൊട്ടാരത്തിൽ ഞാൻ പ്രവേശിച്ചാൽ ഉമർ എന്നോട് കോപിക്കുമോ എന്ന് ഭയപ്പെട്ടു ഞാൻ എന്നാണ്. ആ സദസ്സിൽ ആരുണ്ട്? ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്. അല്ലേ? ഇത് കേട്ടപ്പോ സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹിന്റെ അടുക്കിലേക്ക് വന്ന് കൈ പിടിച്ച് കരഞ്ഞിട്ട് ചോദിക്കാണ്, അള്ളാഹുവിൻ റസൂലേ, അങ്ങന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചാൽ അങ്ങയോട് ഞാൻ കോപിക്കുമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടോ എന്ന്. ജീവിതകാലത്ത് പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ കൊട്ടാരമുണ്ട് എന്ന് കേട്ടിട്ട് പോലും മരണപ്പെടുന്ന നാളിൽ ഉമർ റളിയല്ലാഹുവിന്റെ അവസ്ഥ എന്താണെന്നറിയോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അടുത്ത് വരികയാണ്, ആശ്വസിപ്പിക്കാണ്, സമാധാനിപ്പിക്കാൻ. എങ്ങനെ സമാധാനം? എന്തെങ്കിലും എന്നല്ല പറയണത്. റസൂലുള്ളാഹി താങ്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉമർ താങ്കൾ സ്വർഗത്തിലാണ്.
ഒരിക്കലും ഭയപ്പെടണ്ട. താങ്കളെ തൊട്ട് തൃപ്തിപ്പെട്ടിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉറപ്പാണ് ഉമറെ സ്വർഗാൻ, പ്രയാസപ്പെടണ്ടെന്നാണ്. അദ്ദേഹം തിരിച്ചു വയ്ക്കണം. എന്താ ഇബ്നു അബ്ബാസ്, താങ്കൾ ആരെയാണ് പ്രശംസാ വാക്കുകൾ പറഞ്ഞ്, വഞ്ചനയുടെ വാക്കുകൾ പറഞ്ഞ് ഇവിടെ ചതിക്കാനും വഞ്ചിക്കാനും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് മുന്നിൽ ഇതാ വഞ്ചിതനായി കിടക്കുന്ന ഈ ഉമർ ഇപ്പോൾ ആലോചിക്കുന്നത്, വല്ലാഹി ലൗ അന്നലി മിൽഅൽ അർളി ദഹബ ലഫ്തദൈതു ബിഹി മിൻ അദാബില്ലാഹ് ഖബല മൻ അറാ. അല്ലാഹു തന്നെയാണ് സത്യം. ഈ ഭൂലോകം നിറയെ എനിക്ക് സ്വർണമുണ്ടായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ദാനം ചെയ്ത് അല്ലാഹുവിന്റെ ശിക്ഷ എന്റെ കണ്ണിൽ ഞാൻ കാണുന്നതിന്റെ മുന്നേ ഞാൻ അത് സ്വതക്ക ചെയ്തിട്ട് രക്ഷപ്പെടുമായിരുന്നു എന്നാണ് ആര് പറയണത്? ഉമർ റളിയല്ലാഹു അൻഹു മരണത്തിന്റെ വേളയിൽ പോലും പ്രിയപ്പെട്ടവരെ പറയുന്നത്. അപ്പൊ മുൻഗാമികളുടെ പ്രയാസം, പ്രതിസന്ധി അത് പരലോകമായിരുന്നു. ഇനി സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആന്റെ ഒരായത്ത് നമ്മൾ വളരെ ഗൗരവത്തിൽ നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന ഒരു വചനം അല്ലാഹ് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസി, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇതൊരു ചോദ്യം എന്താണെന്നറിയോ? വൽ തൻദുറു നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? കെട്ടി പൂട്ടി 3 കെട്ടും കെട്ടി അല്ലെ, 6 കട്ടിലിൽ 6 ആള് ചുമന്ന് 6 അടി മണ്ണിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ മക്കൾക്ക് ജീവിക്കാൻ വേണ്ടത്, ഭാര്യയ്ക്ക് ജീവിക്കാൻ വേണ്ടത് ഇതൊക്കെ നമ്മളിവിടെ ബാക്കിയാക്കി പോകുമ്പോ ആ ഗേറ്റിന്റെ പടി കടന്ന് ആളുകൾ ചുമന്നു പോകുന്ന ആ കട്ടിൽ കിടക്കുന്ന നമ്മൾ തിരിച്ചിറക്കി വെച്ച് അവസാനത്തെ മൂടുകല്ല് വെക്കുന്നതോടുകൂടി പൂർണ്ണ ഇരുട്ടാകുന്ന ആ കബറിൽ നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ഇതാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഇതാണ് നമ്മളെ പ്രിയപ്പെട്ടവരെ ഗൗരവത്തിൽ വിചാരണ ചെയ്യേണ്ടത്. ഏറ്റവും പ്രധാനം എന്താ അറിയോ? ഒരു മനുഷ്യന് ഈമാൻ ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരലോകത്ത് ഒരിക്കലും നിന്ദിക്കില്ല. ഈമാൻ പ്രധാനാണ്. ഒരാളുടെ മുന്നിലും പ്രിയപ്പെട്ടവരെ പതറാതെ, ഒരു നിലക്കും നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ഞാനൊക്കെ ഈ വിശ്വാസം സ്വീകരിച്ചിട്ട് എന്റെ അവസ്ഥ ഇതാണല്ലോ എന്ന് ഒരിക്കലും ചിന്തിച്ചു പോകരുത്. നോക്കൂ, നിങ്ങൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യുദിനിൽ മുഅ്മിന വയലഉ അലൈഹി കനഫഹു എന്നാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് ഒരു മനുഷ്യനെ ചേർത്തു പിടിക്കും. ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിലേക്ക് അടുപ്പിക്കും. എന്നിട്ട് അവനെ സംരക്ഷിപ്പിക്കും. എന്നിട്ടോ ഒരു മറ പിടിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കും, അതഅരിഫു ദംബ, നിനക്ക് നിന്റെ തെറ്റുകളെ, പാപത്തെ കുറിച്ച് അറിയുമോ? ചോദിക്കണം അല്ലാഹു. ആരോട്? വിശ്വാസിയോട് ചോദിക്കണം. നീ ചെയ്ത പാപങ്ങളുണ്ടല്ലോ ആരും അറിയാതെ, അത് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്കറിയുമോ? വീണ്ടും ചോദിക്കും, ഇന്നാലിന്ന പാപം നിനക്ക് ഓർമ്മയുണ്ടോ? ആ മനുഷ്യൻ പറയും, നഅം അല്ലാഹുവേ, എനിക്കതറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇതാ നിന്റെ കുറ്റങ്ങൾ ഇതാ ഞാൻ മറ്റൊരാൾക്ക് മുന്നിലും ഇഹലോകത്ത് വെച്ച് പരസ്യപ്പെടുത്തിയിട്ടില്ല. നമ്മുടെ യഥാർത്ഥ മുഖം പ്രിയപ്പെട്ടവരെ മറനീക്കി പുറത്തു വന്നാൽ നമ്മളെ സ്നേഹിക്കാൻ പിന്നെ ലോകത്താരുണ്ടാവില്ല. അല്ലാഹു പറയാണ്, ഞാനത് മറച്ചു വെച്ചിരിക്കുന്നു, രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. എന്താ കണ്ടീഷൻ? വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു തന്നിലേക്ക് ചേർത്ത് അവരോട് സ്നേഹത്തോടു കൂടി ചോദിക്കാൻ, ഇന്ന പാപങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ? അംഗീകരിക്കുമ്പോൾ, അത് സത്യപ്പെടുത്തുമ്പോൾ, ഇത് ഞാൻ മറ്റുള്ളവർക്ക് മുന്നിൽ വെച്ച് എന്ത് ചെയ്തിട്ടില്ല, അത് പരസ്യപ്പെടുത്തിയിട്ടില്ല. ആ മനുഷ്യൻ കുറ്റം സമ്മതിക്കണം. എന്നിട്ട് ആ മനുഷ്യന് തോന്നാൻ ഞാൻ നശിച്ചു. കാരണം അല്ലാഹു എല്ലാം പരിശോധിച്ചിരിക്കാൻ ഇല്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് പറയുന്നത്, ഇതാ ഞാനിതാ ഇന്നത്തെ ദിവസത്തിൽ ഇതൊക്കെ ഞാൻ ഓർത്തു വന്നിരിക്കുന്നു. എന്താ കണ്ടീഷൻ? വിശ്വാസം. എന്നാൽ പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് ചില ആളുകളെ കുറിച്ച് പറഞ്ഞു. ആരാണ് അവർ? അക്രമികളായ ആളുകൾ, മുനാഫിക്കുകളായ ആളുകൾ, കാഫിരീങ്ങളായ ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരസ്യമായി വിചാരണ ചെയ്ത് അവരെ നരകത്തിലേക്ക് എറിയാനുള്ള വിറകാക്കി മാറ്റുമെന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെ ഒരിക്കലും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ ഈമാനിൽ നിന്ന് പുറകിലേക്ക് പോകരുത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതിയാണ്, നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് പറഞ്ഞ ആരെന്നറിയോ? ദ്വിമുഖനാണ്. ഇരട്ട മുഖം കാണിക്കുന്നത്. അങ്ങാടിയിൽ ഒരു മാന്യതയുടെ മുഖം, പക്ഷെ കുടുംബത്തിൽ അങ്ങനെ ആവില്ല.
പള്ളിയിൽ ഒരു മാന്യമായ മുഖം, കുടുംബത്തിൽ അങ്ങനെയല്ല. എവിടെയാണെങ്കിലും ഒരു വിശ്വാസി പ്രിയപ്പെട്ടവരെ രണ്ട് മുഖം സ്വീകരിക്കുന്നവരായില്ല. അള്ളാഹുവിന്റെ മുന്നിലും പടപ്പുകൾക്ക് മുന്നിലും അവൻ ഒരു മുഖം മാത്രമേ പാടുള്ളൂ. പണ്ഡിതന്മാര് പറയുന്നുണ്ട്, നിന്റെ പരസ്യം നീ ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു, പക്ഷെ നിന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാകുന്ന റബ്ബ് കണ്ടതോ നിന്റെ രഹസ്യമാണ്. അതെത്ര മോശമായിരുന്നു. അപ്പൊ പരസ്യം നന്നാക്കാൻ ഒരു പണിയില്ല, ഒരു കഷ്ടപ്പാടില്ല, അതൊരാൾ നോക്കിയാൽ തന്നെ നന്നാകും. പക്ഷേ രഹസ്യം നന്നാക്കാൻ നമ്മൾ വല്ലാതെ പാടുപെടേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ രഹസ്യ ജീവിതം ശുദ്ധമാക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിച്ചത്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാർഗമാണ് നമ്മൾ ഒരു നന്മയെയും നിസ്സാരമാക്കി കാണാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആലോചിക്കുക, നമ്മൾ മക്കളോട് പെരുമാറണം, നമ്മുടെ സ്വഭാവം നമ്മുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. ഒന്നാഴ്ച നമ്മൾ പള്ളിയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോണ സമയത്ത് ഒരാൾ കൈ നീട്ടി, ഒരു രോഗി കൈ നീട്ടി, കണ്ടപ്പോൾ നല്ലൊരു പാവം മനുഷ്യനാണ്, നമ്മൾ ഒരു 100 രൂപ 50 രൂപ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ വാഹനത്തിൽ കയറുമ്പോണ്ടോ പഠിച്ചോണ്ട് സ്വതക്ക ചെയ്തു സ്വീകരിക്കണം എന്നൊരു പ്രാർത്ഥന ഉണ്ടാവും അല്ലെ. അത് കഴിഞ്ഞപ്പോ ഭാര്യ വിളിക്കാണ്, എന്തിനാ വിളിച്ചത്? നമ്മൾ 2 കിലോ പഞ്ചസാരയും 1 കിലോ അരിയും മേടിച്ചിട്ട് വരും അല്ലെ. ആ പൈസ പോയി എന്നാണ് വിചാരിക്കും, ആ കൊടുത്ത പൈസ പോയി എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ സ്വതക്കയാണ് എന്ന് നമ്മൾ ചിന്തിക്കണോ? കുടുംബത്തിന് വേണ്ടി നമ്മൾ വാങ്ങിക്കൊടുത്ത സാധനങ്ങൾ പ്രിയപ്പെട്ടവരെ സ്വതക്കയാണ്. അത് നമ്മൾ ആ രൂപത്തിൽ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇനി നമ്മുടെ കല്യാണത്തിന്റെ ഡേറ്റ് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. 2 നിലക്ക് അതിനെ ഓർക്കുന്ന ആൾക്കാരുണ്ടാവും. ഒന്നല്ലെങ്കിൽ ഒരു ഇടങ്ങാറായിട്ടോ അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടോ ഓർക്കുന്ന ആൾക്കാരുണ്ട്. ആ ഡേറ്റ് മുതൽ, ആ വർഷം മുതൽ ഇന്നത്തെ എത്ര വർഷമായി ആലോചിക്കും. ചില 15 വർഷത്തെയും 18 വർഷത്തെയും 20ഉം 25ഉം 30ഉം 35ഉം വർഷത്തെ ദാമ്പത്യ ജീവിതം നയിച്ചവരായിരിക്കും ഈ കൂട്ടത്തിലുള്ള പുരുഷന്മാരും സ്ത്രീകളും. ഇനി നമ്മൾ ആലോചിക്കുക, എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു വിഭാഗമുണ്ട്. ആ കൂട്ടത്തിൽ ഭാര്യ എന്ന് പറയുന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്ത അന്നു മുതൽ ഈ നിമിഷം വരെ നേടാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭർത്താവ് എന്ന സ്ഥാനം വഹിച്ച ആ ഡേറ്റ് മുതൽ ഈ ഡേറ്റ് വരെ ആ കൂട്ടത്തിൽ പെടാൻ എനിക്ക് കഴിഞ്ഞു. ഏതാ കൂട്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, റഹിമല്ലാഹു ഇംറഅതൻ, ഒരു സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകട്ടെ. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ് ഇത്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കരുത്തുള്ള എത്ര സ്ത്രീകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? എന്താ പെണ്ണിന്റെ പ്രത്യേകത? രാത്രി നമസ്കാരത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു, വെള്ളം കുടഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ഭാര്യ. സഹോദരിമാരെ, നിങ്ങൾ ആലോചിച്ച്, ഇത്ര വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനിടക്ക് ഈ നന്മ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. റസൂലുള്ളാഹി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? നേരെ തിരിച്ചുണ്ട്. ഒരു പുരുഷൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യം നൽകട്ടെ, സ്വന്തം ഭാര്യയെ രാത്രി നമസ്കാരത്തിന് വേണ്ടി വെള്ളം കുടഞ്ഞെഴുന്നേൽപ്പിക്കുന്ന ഒരു ഭർത്താവിന് നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ടോ ഈ വർഷത്തിനിടക്ക് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു. നമ്മളിങ്ങനെ പറയും, ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആകെ ഇടങ്ങേറും, ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മുടെ സമാധാനത്തിന്റെ വഴികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്മകളൊന്നും നമ്മൾ ചെയ്യണില്ല, നമ്മൾ പ്രാവർത്തികമാക്കുന്നില്ല. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? നമ്മൾ സമാധാനം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു നന്മ ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മൾ നിസ്സാരമാക്കും. നമ്മുടെ വീടുകൾ അത് മതപരമായി ഉയർന്നു വരാൻ നമ്മൾ ബോധപൂർവ്വം പരിശ്രമിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ഖുർആൻ ഉണ്ടാകണം, നമ്മുടെ യാത്രകളിൽ ഖുർആൻ ചർച്ചയാകണം, നമ്മുടെ തീന്മേശകളിൽ ഹദീസുകൾ ചർച്ചയാകണം, ചരിത്രങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ചർച്ചയാകണം. ഇന്നിപ്പോ അതാണോ? ഒന്നുമല്ല. മക്കള് വഴിവിട്ടു പോകുന്നു, ഭാര്യമാര് വഴിവിട്ടു പോകുന്നു, ഭർത്താക്കന്മാര് വഴിവിട്ടു പോകുന്നു. ആർക്കും ഉദ്ദേശിച്ച രൂപത്തിൽ പിടിച്ചു വെക്കാനോ സ്നേഹിക്കാനോ കഴിയാത്ത അവസ്ഥകളിലേക്ക് മാറുന്നു. അപ്പൊ എല്ലാറ്റിന്റെയും പരിഹാരം എന്താണ്? നന്മകൾ കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുക എന്നതാണ്. അതല്ലാത്തൊരു പരിഹാരം പ്രിയപ്പെട്ടവരെ ഈ ലോകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞതാണ്, നിങ്ങൾ അഹങ്കാരം ഒഴിവാക്കുക. ഒരു കാര്യം കേട്ടു, ഒരു ഖുതുബയിൽ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം കേട്ടു, അത് കേട്ടിട്ട് അനുസരിക്കാതിരിക്കൽ അഹങ്കാരം. ചില ആളുകൾ പറയും അതിപ്പോ അവിടെ അല്ലെങ്കിൽ അങ്ങനെ, എല്ലാരും അങ്ങനെ തന്നെ അല്ല, ഇപ്പൊ ഞാനിപ്പോ എന്തിനാ? റസൂലുള്ളാഹി പറയാൻ, നാളെ പരലോകത്ത് യുഹ്ശറുൽ മുതകബ്ബിറൂന യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹങ്കാരികളെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? ഒരു ഉറുമ്പിന്റെ വലുപ്പത്തിലായിരിക്കുന്നത്. ഇവിടെ അഹങ്കാരം നടിച്ച് ഒരു നന്മ കേട്ടും സ്വീകരിക്കാതെ പോകുന്ന
തന്നിഷ്ടം കാണിച്ച് ജീവിക്കുന്ന മനുഷ്യർ അള്ളാഹു എങ്ങനെ കൊണ്ടുവരും? ഒരു ഉറുമ്പിന്റെ വലുപ്പത്തിലാണ് അള്ളാഹു നാളെ പരലോകത്ത് കൊണ്ടുവരിക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹങ്കാരം ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കണം. ദീനിയായ കാര്യങ്ങൾ എന്ത് കേട്ടാലും അതെനിക്കുള്ളതാണ് എന്ന് ചിന്തിക്കാൻ നമുക്കറിയണം. സഹോദരങ്ങളെ, നമ്മുടെ ലക്ഷ്യം ദാറുസ്സലാമാണ്, സമാധാനത്തിന്റെ ഭവനം, അത് സ്വർഗം അല്ലെ? ആ സ്വർഗത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു പ്രയാസമില്ലാതെ, ഒരു അസമാധാനത്തിന്റെ വാക്കും കേൾക്കാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നിലക്കും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, കാതുകൊണ്ട് കേട്ടിട്ടില്ലാത്ത, ഇങ്ങനെയാകും എന്ന് വിചാരിക്കാൻ പോലും കഴിയാത്ത ഒരു ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുക്കി വെച്ചിരിക്കാൻ അതിലൊരു സംശയമില്ല, ഒരു സംശയമില്ല. ആളുകൾക്ക് ഇന്നിപ്പോ പരലോകത്തിന്റെ വിഷയത്തിലൊക്കെ സംശയമാണ്. ആരാ ഇപ്പൊ പോയി വന്ന് കണ്ട് തിരിച്ചു വന്ന് പറഞ്ഞതാണ് അല്ലെ? അവനെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, ബുദ്ധി കൊടുത്തൊന്ന് ആലോചിച്ചാൽ മതി. അവനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. 35 വയസ്സുള്ള അവൻ 37 വർഷങ്ങൾക്ക് മുന്നേ എവിടെയായിരുന്നു ചോദിച്ചാൽ ഒരു അഡ്രസ്സും അവൻ ഉണ്ടായിരുന്നില്ല അല്ലെ? ഒന്നുമില്ലായ്മയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് നമ്മളെ പടച്ചു. നമ്മോട് ചോദിച്ചിട്ടല്ല, നമ്മുടെ അവകാശം വാങ്ങിയിട്ടല്ല, നമ്മുടെ അനുവാദം അല്ലാഹു അന്വേഷിച്ചിട്ടില്ല, നമുക്ക് ഈ ജീവിതം നൽകി. എങ്കിൽ ആ റബ്ബ് ഇനിയും ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് എന്ന് തെറ്റ് സംഭവിക്കാത്ത ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് എന്ന് ഉൾക്കൊള്ളുന്നവർക്ക് മാത്രമേ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നാളെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ സ്വർഗീയ കാഴ്ചകൾ നമ്മൾ മനോഹരമായി കാണണം, മനോഹരമായി നമ്മൾ ആഗ്രഹിക്കണം. ഇവിടെ എന്ത് നമ്മൾ ഒഴിവാക്കുന്നുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പകരം നൽകും. ഞാൻ എന്താണ് കള്ളു കുടിക്കാത്തത്? കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനേക്കാൾ നല്ല പാനീയങ്ങൾ എനിക്ക് അവിടെ ഒരുക്കി തരുന്നുണ്ട്. ഞാൻ എന്തേ ഇവിടെ ഒരു ഹറാമും ഭക്ഷിക്കാത്തത്? ഇതിനേക്കാൾ നല്ല ഭക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നൽകും. ഇതാണ് വിശ്വാസിയുടെ പ്രതീക്ഷ. മനസ്സിലാവുണ്ടോ? അല്ലാതെ ദുനിയാവൻ അവന് പോണില്ല. അവന് കിട്ടാനുള്ളത് ഒരിക്കലും തീരാത്ത പരലോകത്തിന്റെ സുഖങ്ങളാണ്. ആ കാഴ്ചയെ നമ്മൾ മനോഹരമായി കാണണം. സ്വർഗത്തിന്റെ കാഴ്ചകൾ നേരിൽ കാണുന്നത് പോലെ കണ്ടാൽ പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ അനുഭവിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളെയും നമുക്ക് ആ ലോകത്തേക്ക് താരതമ്യപ്പെടുത്താൻ കഴിയും. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഗസയുടെയും പിന്നെ വെസ്റ്റ് ബാങ്കിന്റെയും പിന്നെ റഫയുടെയും ഫലസ്തീന്റെയും ഒക്കെ മണ്ണിൽ അവർ എത്ര പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിതാ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് ഇവിടത്തെ ജീവിതമല്ല വലുത് എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിലുള്ള വികാരം എന്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വർഗമുണ്ട് എന്ന പ്രതീക്ഷയാണ്. ഒരു മനുഷ്യനെ ജീവിപ്പിക്കാൻ തന്നെ ജീവനോടുകൂടി നിലനിർത്തുന്നത് സ്വർഗമെന്ന് പറയുന്ന പ്രതീക്ഷയാണ്. ഇതില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ്? നരകമില്ലെങ്കിൽ ഈ ജീവിതത്തിന് എന്തർത്ഥമാണ്? അതുകൊണ്ട് സ്വർഗത്തിന്റെ കാഴ്ചകളെ മനോഹരമായി നമ്മൾ കാണണം. ഒരു വാക്ക് കൂടി ഞാൻ പറയാൻ ആലോചിക്കുക, നമ്മുടെ മുൻഗാമികൾ സ്വർഗത്തിന് വേണ്ടി എന്തെല്ലാം കൊടുത്തവരാണ്. നമ്മളിന്ന് ആഗ്രഹിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റാത്തതാണ് അവർ കൊടുത്തത്. നമുക്കിന്നൊരു യുദ്ധം ചെയ്ത് മരിക്കണം, എന്റെ കണ്ണും എന്റെ കാതും എന്റെ കൈയും വെട്ടിമുറിച്ച് ആളുകൾ അങ്ങനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കിയിട്ട് നാളെ പരലോകത്ത് അതെല്ലാം ഒരുമിച്ച് കൂട്ടി സ്വർഗം കിട്ടണം എന്ന് നമ്മളിവിടെ ആഗ്രഹിച്ചാലും നടക്കൂല. പക്ഷേ നടക്കുന്നൊരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവർ അത് കൊടുക്കാൻ അവർ സന്നദ്ധമായിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയാണ് സ്വർഗത്തെ നോക്കിക്കണ്ടത്? ഒരു ചരിത്രം മാത്രം ഞാൻ പറയാൻ. ഉഹുദിന്റെ തലേ ദിവസം അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവും സഅദ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ സംസാരിക്കാൻ അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹു സഅദിനോട് പറഞ്ഞിട്ട്, സഅദേ, നാളെ ഉഹുദല്ലേ, ബദറിന്റെ പ്രതികാരം കൂട്ടാൻ അവർ വന്നിരിക്കും, നമ്മുടെ കയ്യിലൊന്നുമില്ല, അതുകൊണ്ട് എന്താ ചെയ്യാം? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരാഗ്രഹം. എന്താണ് ആഗ്രഹം? ആ ശത്രുഭാഗത്തിലെ ഏറ്റവും മുതിർന്നു നിൽക്കുന്ന ഒരു നേതാവിന്റെ തല കൊയ്യാനും അങ്ങനെ എനിക്ക് അതിന്റെ പേരിൽ അഭിമാനിക്കാനും ആ നിലയ്ക്ക് എനിക്ക് സാധിക്കണം. അതിനുള്ള തൗഫീക്കിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിക്കണം എന്നാണ്. അവരൊരുമിച്ച് പ്രാർത്ഥിച്ചു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ശ് റളിയല്ലാഹു അൻഹുവിന്റെ ആവശ്യം മറ്റൊന്നായിരുന്നു. അദ്ദേഹത്തിന്റെ തേട്ടം എന്താണെന്നറിയോ? അത് എന്നെ ഈ മൂർച്ചയില്ലാത്ത വാളുണ്ടല്ലോ, ആ മൂർച്ചയില്ലാത്ത ആയുധം കൊണ്ട് ശത്രു സംഘത്തിലെ ഏറ്റവും മുതിർന്ന അവരുടെ ഒരു നേതാവിനെ എനിക്ക് വധിക്കണം. ആ വധിച്ചതിന്റെ കാരണത്താൽ അവരവരുടെ ദേഷ്യം അടങ്ങാതെ അവരുടെ കോപവും ക്രോധവും എന്നോട് പ്രകടിപ്പിക്കണം. എന്നെ ജീവനോടുകൂടി അവർ പിടിച്ചു വെച്ച് എന്റെ കണ്ണുകൾ ചൂടുന്നെടുത്ത്, എന്റെ കാതുകൾ അവർ മുറിച്ചെടുത്ത്, എന്റെ മൂക്ക് ചെത്തി മാറ്റി, എന്റെ കൈകാലുകൾ അവർ വെട്ടിമുറിച്ച്, എന്റെ വയറ് കീറി കുടൽമാലകൾ പുറത്തേക്കിട്ടിട്ട് രക്തവും മണലുമായി കൂടിക്കലരണം. അങ്ങനെ മരിക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. സഅദ് റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു, ആമീൻ പറഞ്ഞു. ആലോചിക്കുക, പിറ്റേ ദിവസം നോക്കുമ്പോ
പിറ്റേ ദിവസം നോക്കുമ്പോൾ അമ്പിൽ കോർത്തൊരു ശരീരം കാണുന്നുണ്ട്, ഒരു ഉടല്. കൈയില്ല, കാലില്ല, കണ്ണില്ല, കാതുകളില്ല, മൂക്കില്ല, കണ്ണില്ല. അമ്പിൽ കോർത്തൊരു ശരീരം കാണാൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ അബ്ദുള്ളയാണ്, ഇതെന്റെ അബ്ദുള്ളയാണ്, എന്റെ അബ്ദുള്ളയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിരിക്കുകയാണ്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, തലേ ദിവസം ടെന്റിൽ എന്താണെന്നറിയോ, ആ ചുടുന്നെടുത്തപ്പെട്ട കണ്ണുകളും ചെത്തിമാറ്റപ്പെട്ട മൂക്കുകളും അതേപോലെ തന്നെ മുറിച്ചെടുത്ത കാതുകളും ആ കൈകാലുകൾ വെട്ടിമാറ്റി കാലുകൾ മുറിച്ചെടുത്ത് കുടൽമാലകൾ പുറത്തേക്കിട്ട് രക്തവും മണലും കൂടിക്കലർന്ന് കിടക്കുമ്പോൾ നാളെ ഒരു കൊട്ടയിലോ പാത്രത്തിലോ റബ്ബിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് എനിക്ക് പറയണം, റബ്ബേ നിന്റെ മാർഗത്തിൽ കൊടുത്ത കണ്ണുകളാണ് പകരം സ്വർഗം നൽകണേ നാഥ, നിന്റെ മാർഗത്തിൽ കൊടുത്ത കാതുകളാണ് പകരം സ്വർഗം നൽകണേ നാഥ, നിന്റെ മാർഗത്തിൽ കൊടുത്ത കൈകാലുകളാണ് പകരം സ്വർഗം നൽകണേ നാഥ എന്ന് പറയാനുള്ള തൗഫീഖ് എനിക്ക് കിട്ടണം എന്നാണ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന. ആ പ്രാർത്ഥന 7 ആകാശങ്ങൾക്കുപരിയിലെത്തി. അദ്ദേഹം പ്രിയപ്പെട്ടവരെ ഉഹദിൽ മരണപ്പെട്ടു. 70 ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ 69 ആളുകളുടെയും ശരീരം ചിത്രവധം നടത്തിയിട്ടുണ്ട് ഉഹദിൽ. ഒരു വ്യക്തിയുടെ ശരീരം മാത്രമാണ് അങ്ങനെ ചെയ്യാതിരുന്നത്. അത് മഹാനായ ഹംദല റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അനസ് റളിയല്ലാഹുവിന്റെ അവസ്ഥകൾ ആലോചിച്ചു. അങ്ങനെ ആലോചിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും. അങ്ങനെ വരികയാണ്, സന്തോഷത്തോടു കൂടി ഉഹദിലേക്ക് വരികയാണ്. റസൂലുള്ളാഹിനോട് ചോദിക്കുക, റസൂലേ ഈ ഉഹദിൽ പങ്കെടുത്താൽ എന്താ കിട്ടാം? ഒറ്റ വാക്ക്, സ്വർഗം കിട്ടും. അവസാനം ഉഹദിന്റെ താഴ്വാരത്ത് വെട്ടേറ്റ് ഇങ്ങനെ കിടക്കുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അരികിലൂടെ പോവുകയാണ്. അപ്പൊ പറയാണ്, സഅദേ റസൂലുള്ളാഹിനെ കണ്ടാൽ പറയണം, അനസ് സ്വർഗത്തിന്റെ താഴ്വരയിൽ, അതെ ഈ ഉഹദിന്റെ താഴ്വരയിൽ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു കൊടുക്കണം എന്നാണ്. എന്നിട്ടും ശത്രുക്കൾ വിട്ടിട്ടില്ല. അവസാനം ഈ ശരീരമൊക്കെ ഇങ്ങനെ നോക്കി റസൂലുള്ളാഹി തിരിച്ചറിഞ്ഞിട്ട് ഒരു വ്യക്തിയുടെ ശരീരം മാത്രം മനസ്സിലാകണില്ല. അപ്പൊ ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇതെന്റെ അനസിന്റെ വിരലാണ്, ഇതെന്റെ അനസിന്റെ വിരലാണ്. അപ്പൊ ആലോചിച്ച ഒരു വിരല് കണ്ടിട്ടാണ് അനസ് റളിയല്ലാഹു അൻഹു തിരിച്ചറിഞ്ഞത്. എത്ര നിസാരമായ ഒരു അവയവമാണ് വിരല്. അപ്പൊ ബാക്കിയുള്ള അദ്ദേഹത്തിന്റെ ഭാഗം എങ്ങനെ ആയിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറത്ത് അവർ ചെയ്തു വെച്ചു. അനസ് റളിയല്ലാഹു അൻഹു അതിലൂടെ കുതിച്ചത് സ്വർഗമായിരുന്നു. ഇനി സഹോദരങ്ങളെ, നമ്മളെ കുറിച്ച് ആലോചിക്കും. ദീനിന് ഒന്ന് ഉറക്കം വിളിക്കാൻ പറഞ്ഞ നമ്മളുണ്ട്, ഒന്ന് യാത്ര ചെയ്യാൻ പറഞ്ഞ നമ്മളുണ്ട്, 1 മണിക്കൂർ വന്നിരിക്കാൻ പറഞ്ഞ നമ്മളുണ്ട്, മലയാളത്തിൽ ഖുതുബ കേൾക്കുന്ന പള്ളികളുണ്ട്. സഹോദരിമാർ ഇപ്പോഴും വീട്ടിലാണ്. നമുക്ക് നിർബന്ധമില്ലെങ്കിലും നമുക്ക് ദീനിയായ കാര്യങ്ങൾ കേൾക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പള്ളി അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ, അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് മുന്നിലുണ്ടെങ്കിൽ നമ്മൾ വരണം. 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് ചെലവായാൽ അതൊരു നഷ്ടമല്ല, ലാഭമാണ് എന്ന് തിരിച്ചറിയാൻ പുരുഷന്മാർക്ക് കഴിയണം. ഖുർആൻ ക്ലാസ് ഉണ്ടാകും, പങ്കെടുക്കണം. നമ്മുടെ മക്കൾ സിയാറിയിൽ ഉണ്ടാകണം, നമ്മൾ QHLS ഉണ്ടാകണം, നമ്മുടെ വീട്ടിൽ PCD ഉണ്ടാകണം. വായനാ സംസ്കാരത്തിലേക്ക് നമ്മൾ വരണം. ശരിയായ ചുറ്റുപാടിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്തു മാപ്പാക്കുമാറാകട്ടെ. എല്ലാ നന്മകൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം സാക്ഷിയാക്കുമാറാകട്ടെ. നമ്മുടെ മുമ്പേ പോയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകുമാറാകട്ടെ. അവരെ നമ്മയുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രോഗ്രാം നടത്താൻ വേണ്ടി ആലോചിക്കുകയും അതിനുവേണ്ടി പല നിലക്കും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്ത ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം തക്കതായ പ്രതിഫലം ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് വിട പറഞ്ഞ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സന്താനങ്ങൾ, നമ്മുടെ ഇണകളിൽ അള്ളാഹു കൺകുളിർമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് അവന്റെ കാരുണ്യത്തിന്റെ ചെറുകൾ തിരിച്ചു കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.